കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയത് ആകാശത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് ആമസോൺ കാടിന്റെ ഹൃദയത്തിലേക്ക് പതിച്ച ഒരു 17-കാരിയുടെ മുന്നിലാണ്. ജൂലിയൻ കോപ്കെ. വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അവൾ വിശപ്പും മുറിവുകളുമായി 11 ദിവസം ആ കാടിനോട് പോരാടി. ഒടുവിൽ പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും കെട്ടുപോകുമ്പോൾ 3 മരം വെട്ടുകാരുടെ രൂപത്തിൽ ദൈവം തന്നെ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. വാർത്തയറിഞ്ഞ ലോകം ഞെട്ടി. പക്ഷേ ആ അത്ഭുതത്തിന് പിന്നാലെ അവളെ കാത്തിരുന്നത് വേദനയുടെയും ദുരൂഹതയുടെയും ഒരു ലോകമായിരുന്നു. പുറം ലോകം അവളെ ഒരു ഹീറോ ആയി വാഴ്ത്തുമ്പോൾ ആശുപത്രിയിലെ ആ മുറിയിൽ അവൾ തന്റെ അച്ഛന്റെ മൗനത്തെ നേരിടുകയായിരുന്നു. സ്നേഹിക്കുന്ന ഭാര്യയെ നഷ്ടപ്പെട്ട ആ മനുഷ്യന്റെ ഹൃദയത്തിലെത്തി അവൾക്ക് കാണാമായിരുന്നു. അവളുടെ ശരീരം സുഖം പ്രാപിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സ് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വഴുതി വീണു. അതേസമയം ആ കാടിന്റെ ആഴങ്ങളിൽ രക്ഷാപ്രവർത്തകർ തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങൾക്കായി തിരയുകയായിരുന്നു. ഓരോ കണ്ടെത്തലും പുതിയൊരു വേദനയായി മാറി. ഇനി നമുക്ക് കാണാനുള്ളത് ആ ആശുപത്രി മുറിക്കുള്ളിലെ നിശബ്ദതയ്ക്ക് പിന്നിലെ കഥയാണ്. ജൂലിയന്റെ ജീവിതം മാറ്റിമറിച്ച ആ ദുരന്തത്തിന്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്ക് നമുക്ക് യാത്ര തുടരാം. ഷെബോണിയ നദിയിലൂടെയുള്ള യാത്രയിൽ അവൾ പിന്തുടർന്ന തോട് നദിയിലേക്ക് ചേരുന്ന സ്ഥലം ഡോൺ മാർസിയോയ്ക്കും ഡോൺ അമാഡോയ്ക്കും അവൾ വിവരിച്ചു കൊടുത്തിരുന്നു. ആ ഭീമാകാരമായ കാനാബ്രാവ ചെടികൾ വളരുന്ന ഒരേയൊരു സ്ഥലമേ അവിടെ ഉള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. ഖെബ്രാഡ റായ, തിരണ്ടിത്തോട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മിഷനറി സംഘടനയായ അലാസ് ദി എസ്പെരാൻസയുടെ പൈലറ്റ് റോബർട്ട് വെനിങ്ങർ ആ 2 മരം വെട്ടുകാരെയും കൂട്ടി വിമാനത്തിൽ പുറപ്പെട്ടു. അവർ ആ നദിയുടെ മുകളിലൂടെ പറന്ന് ഖെബ്രാഡ റായയെ പിന്തുടർന്നു. രാവിലെ 10 മണിയോടെ അവർ ലാൻസ വിമാനത്തിന്റെ ആദ്യത്തെ വലിയ അവശിഷ്ടം കണ്ടെത്തി. പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നപ്പോൾ ഇതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. താൻ സുഖപ്രദമായ ഒരു കിടക്കയിലാണ്. അവൾ ഓർത്തു, താൻ വീട്ടിലെത്തിയിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എന്നിട്ടും അവൾക്ക് വിവരിക്കാനാവാത്ത ഒരുതരം മരവിപ്പായിരുന്നു. ഇന്നും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ അവസ്ഥയെപ്പറ്റി പറയാൻ അവൾക്ക് പ്രയാസമാണ്. ഒരു വലിയ കാര്യം ചെയ്തു തീർത്ത ശേഷം പെട്ടെന്നൊരു ശൂന്യതയിലേക്ക് വീണുപോകുന്നതുപോലെ. സന്തോഷമോ ദുഃഖമോ ഇല്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ ആ മുറിയിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഈ വൈകാരികമായ ശൂന്യതയെപ്പറ്റി അവൾ ഒരുപാട് ആകുലപ്പെടും. തനിക്കെന്തോ കുഴപ്പമുണ്ടോ, താനൊരു ഹൃദയമില്ലാത്തവളാണോ എന്നൊക്കെ അവൾ ചിന്തിക്കും. പക്ഷെ ഇന്ന് 40 വർഷങ്ങൾക്ക് ശേഷം അവൾക്കറിയാം അതൊരു സംരക്ഷണ കവചമായിരുന്നു എന്ന്. ആ കാട്ടിലൂടെയുള്ള യാത്രയിൽ അതിജീവിക്കാൻ അത് ആവശ്യമായിരുന്നു. രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്നത് മാറ്റിവെക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ അപ്പോഴും ആ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അവളുടെ മനസ്സ് പൂർണ്ണമായും തിരിച്ചെത്തിയിരുന്നില്ല. പക്ഷേ അവളുടെ ശരീരം തിരിച്ചറിഞ്ഞിരുന്നു താൻ സുരക്ഷിതയാണെന്ന്. പെട്ടെന്നതിൻ്റെ പിരിമുറുക്കങ്ങളെല്ലാം അയച്ചുവിട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ അവൾക്ക് കടുത്ത പനി പിടിച്ചു. ദിവസങ്ങളോളം അത് നീണ്ടുനിന്നു. പിന്നെ വന്നതുപോലെ അത് അപ്രത്യക്ഷമായി. ഡോക്ടർമാർക്കൊന്നും മനസ്സിലായില്ല. അതിലുപരി അവളുടെ ഇടതുകാൽമുട്ട് വല്ലാതെ നീരുവെച്ചു. എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല. മാസങ്ങൾക്ക് ശേഷമാണ് അവൾ അറിയുന്നത് ആ അപകടത്തിൽ അവളുടെ കാൽമുട്ടിലെ ലിഗമെന്റ് പൊട്ടിയിരുന്നുവെന്ന്. ഈ കാലുവെച്ചാണോ നിങ്ങൾ 11 ദിവസം കാട്ടിലൂടെ നടന്നത്? ഓർത്തോപീഡിസ്റ്റ് അത്ഭുതത്തോടെ ചോദിച്ചു. വൈദ്യശാസ്ത്രപരമായി അത് അസാധ്യമാണ്. രക്ഷപ്പെടുന്നതുവരെ അവളുടെ ശരീരം ആ വേദനയെയും നീരിനെയും എങ്ങനെയാണ് അടക്കി നിർത്തിയത് എന്നത് അത്ഭുതകരമായിരുന്നു. ആ 11 ദിവസത്തെ യാത്രയിൽ അവൾക്ക് വേദനയോ നീരോ ഉണ്ടായിരുന്നില്ല. ആ അപകടസ്ഥലത്ത് നിന്ന് നടന്നു നീങ്ങാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും രക്ഷപ്പെടുമായിരുന്നില്ല. അവളുടെ ചുറ്റും എപ്പോഴും ആളുകളുണ്ടായിരുന്നു. ലിംഗ്വിസ്റ്റുകളുടെ ചെറിയ വിമാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പോകുന്നതും വരുന്നതും അവൾ കണ്ടു. അവസാനം അവളുടെ അച്ഛൻ ആ നിശബ്ദത ഭേദിച്ചു. അദ്ദേഹം അമ്മയെപ്പറ്റി ചോദിച്ചു. തനിക്ക് അധികമൊന്നും പറയാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് വലിയ നിരാശ തോന്നി. അദ്ദേഹം തന്റെ സഹോദരിക്ക് അയച്ച ടെലിഗ്രാമിൽ ഇങ്ങനെ എഴുതി: നിർഭാഗ്യവശാൽ മരിയയെപ്പറ്റി ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അപകടത്തിനു ശേഷം ജൂലിയൻ അവളെ കണ്ടിട്ടില്ല. അവൾക്കും അത് വിശ്വസിക്കാനായില്ല. തൊട്ടരികിലിരുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷയാകുന്നത് എന്ന്. അന്ന് എരിനാക്കോച്ചുലിലെത്തിയ ആദ്യ ദിവസം തന്നെ FAPയുടെ കമാൻഡന്റ് മാനുവൽ ഡെൽകാർപിയോ അവളെ കാണാൻ വന്നു.
അദ്ദേഹം വിവരങ്ങൾ ചോദിച്ചു. അവൾക്കറിയാവുന്നതെല്ലാം അവൾ പറഞ്ഞു. എല്ലാം വ്യക്തമാകുന്നതുവരെ അപകടത്തെപ്പറ്റി പത്രങ്ങളോട് ഒന്നും വിശദമായി പറയരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവൾ അത് സമ്മതിച്ചു. പക്ഷേ അപകടത്തിന്റെ കാരണത്തെപ്പറ്റി ഒരു ഔദ്യോഗിക വിശദീകരണവും പിന്നീടുണ്ടായില്ല. അന്നേ ദിവസം ഇംപെദു എന്ന പ്രാദേശിക പത്രത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരു പത്രപ്രവർത്തകരുടെ പ്രളയം തന്നെ പുക്കാൽപയയെ ആക്രമിച്ചു. അവർ ആ ചെറിയ പട്ടണത്തെ ഒരു യുദ്ധക്കളമാക്കി എല്ലാവരും അവളെ തിരിയുകയായിരുന്നു. ഭാഗ്യത്തിന് കമാൻഡാന്റെ ഒരു കള്ളം പറഞ്ഞു. അവൾ പ്രശസ്തമായ ഹോസ്പിറ്റൽ അമസോണിക്കോ ആൽബർട്ട് സ്വിറ്റ്സറിലാണെന്നും ഡോക്ടർ തിയോഡോർ ബിൻഡറുടെ ചികിത്സയിലാണെന്നും. പത്രപ്രവർത്തകർ മാത്രമല്ല, നാട്ടുകാരും ആ ഹോസ്പിറ്റൽ വളഞ്ഞു. എല്ലാവർക്കും അവളെ കാണണമായിരുന്നു. ഈ കള്ളക്കഥ പ്രചരിപ്പിച്ചെങ്കിലും കമാൻഡാന്റ് ഡെൽ കാർപ്പിയോ അവൾ താമസിക്കുന്ന വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. അപകടസ്ഥലവും അടച്ചുപൂട്ടി. പോലീസിനും പട്ടാളത്തിനും മാത്രമേ അങ്ങോട്ട് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവളുടെ രക്ഷപ്പെടലിൽ നിന്നും അപകടസ്ഥലം കണ്ടെത്തിയതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 10ഓളം സിവിലിയന്മാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഒരു സംഘം വീണ്ടും കാട്ടിലേക്ക് പുറപ്പെട്ടു. അവരിൽ ആ പ്രദേശത്തെപ്പറ്റി നല്ല അറിവുള്ള മാർസിയോ റിവേരയും ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഇംപെദു എന്ന പ്രാദേശിക പത്രത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരു പത്രപ്രവർത്തകരുടെ പ്രളയം തന്നെ പുക്കാൽപയെ ആക്രമിച്ചു. അവർ ആ ചെറിയ പട്ടണത്തെ ഒരു യുദ്ധക്കളമാക്കി. എല്ലാവരും അവളെ തിരയുകയായിരുന്നു. ഭാഗ്യത്തിന് കമാൻഡാന്റെ ഒരു കള്ളം പറഞ്ഞു. അവൾ പ്രശസ്തമായ ഹോസ്പിറ്റൽ അമസോണിക്കോ ആൽബർട്ട് സ്വിറ്റ്സറിലാണെന്നും ഡോക്ടർ തിയോഡോർ ബിൻഡറുടെ ചികിത്സയിലാണെന്നും. പത്രപ്രവർത്തകർ മാത്രമല്ല, നാട്ടുകാരും ആ ഹോസ്പിറ്റൽ വളഞ്ഞു. എല്ലാവർക്കും അവിടെ കാണണമായിരുന്നു. ഈ കള്ളക്കഥ പ്രചരിപ്പിച്ചെങ്കിലും കമാൻഡാന്റ് ഡെൽ കാർപ്പിയോ അവൾ താമസിക്കുന്ന വീടിനെ പോലീസ് കാവലേർപ്പെടുത്തി. അപകടസ്ഥലവും അടച്ചുപൂട്ടി. പോലീസിനും പട്ടാളത്തിനും മാത്രമേ അങ്ങോട്ട് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവളുടെ രക്ഷപ്പെടലിൽ നിന്നും അപകടസ്ഥലം കണ്ടെത്തിയതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 10ഓളം സിവിലിയന്മാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഒരു സംഘം വീണ്ടും കാട്ടിലേക്ക് പുറപ്പെട്ടു. അവരിൽ ആ പ്രദേശത്തെപ്പറ്റി നല്ല അറിവുള്ള മാർസിയോ റിവേരയും ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് ജാനുവരി 6-ന് കുറച്ച് സിവിലിയന്മാർ കൂടി ക്ലൈഡ് പീറ്റേഴ്സിന്റെ പാത പിന്തുടർന്നു. പക്ഷേ അവർ പാരച്യൂട്ടിൽ ചാടിയില്ല. പകരം ഹെലികോപ്റ്ററിൽ നിന്ന് കയറിൽ തൂങ്ങിയിറങ്ങി. അവരുടെ കയ്യിൽ പവർ സോകളുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ പട്ടാള സംഘവും സിവിലിയൻ പട്രോളും അവിടെ എത്തി. അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 20ഓളം പേരടങ്ങുന്ന ഒരു സംഘം, അതിൽ 2 പത്രപ്രവർത്തകരും ഉൾപ്പെടെ, ആ ദുരന്തഭൂമിയിലേക്ക് നീങ്ങി. അതേസമയം സാധാരണയായി ശാന്തനായ അവളുടെ അച്ഛന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അദ്ദേഹം കമാൻഡന്റെയുമായി വലിയൊരു വഴക്കിനുപോയി. രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരെ കണ്ടെത്താൻ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. രക്ഷാപ്രവർത്തനം വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. അധികാര തർക്കങ്ങൾ കാരണം വിലപ്പെട്ട സമയവും ഊർജവും നഷ്ടപ്പെടുന്നു. പിന്നീട് തന്റെ സഹോദരിക്ക് അയച്ചൊരു കത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: നിർഭാഗ്യവശാൽ പെറുവിയൻ ഭാഗത്തുനിന്ന് കാര്യമായൊന്നും നടക്കുന്നില്ല. ജൂലിയൻ വന്ന് വിമാനം എവിടെയാണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ ഇതിനോടകം എല്ലാം നിർത്തിപ്പോകുമായിരുന്നു. മിനിഞ്ഞാന്ന് ഞാൻ തിരച്ചിലിന്റെ മേധാവിയായ കമാൻഡാന്റ് ഡെൽ കാർപ്പിയോയുമായി ഒരു വലിയ വാഗ്വാദത്തിലേർപ്പെട്ടു. കാട്ടിൽ പരിചയസമ്പന്നരായ ലിംഗ്വിസ്റ്റുകളെയും അഡ്വന്റിസ്റ്റുകളെയും, അവരെല്ലാം വിദേശികളാണ്, വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. അവർക്ക് എളുപ്പത്തിൽ 30-50 കാട്ടുമനുഷ്യരെ സഹായത്തിന് കൊണ്ടുവരാമായിരുന്നു. ആ സെനോർ കമാൻഡാന്റ് എന്റെ മകളുടെ പോലീസ് സംരക്ഷണം റദ്ദാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ വീടിനു പുറത്ത് പോലീസുകാരില്ല. ഡെൽ കാർപ്പിയോയെ വിമർശിച്ചത് അവളുടെ അച്ഛൻ മാത്രമല്ലായിരുന്നു. പത്രങ്ങളും മറ്റു കുടുംബാംഗങ്ങളും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചു. പക്ഷെ ഇതൊന്നും അവൾ അറിഞ്ഞില്ല. അവൾ ശ്രദ്ധിച്ചത് വീടിനു ചുറ്റും ആളനക്കം കൂടിയെന്നും പോലീസ് സംരക്ഷണം പോയതോടെ അവിടെ സംരക്ഷിക്കാൻ ആതിഥേയർ പാടുപെടുന്നു എന്നുമാണ്. അതോടെ ലിംഗ്വിസ്റ്റുകളുടെ ആ താമസസ്ഥലം ഒരു പത്രപ്രവർത്തകരുടെ കൂട്ടം വളഞ്ഞു. അവളുടെ അച്ഛൻ പറഞ്ഞു, അദ്ദേഹം സ്റ്റേൺ മാഗസിനുമായി ഒരു എക്സ്ക്ലൂസീവ് കരാറുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അവർ കാര്യഗൗരവമുള്ളവരാണ്. അദ്ദേഹം പറഞ്ഞു, അതോടെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സമാധാനം കിട്ടും. 2 പേർ നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരും. നിനക്കതിനുള്ള ശക്തിയുണ്ടോ? അവൾ തലയാട്ടി. അച്ഛൻ എന്ത് തീരുമാനിച്ചാലും അവൾ സമ്മതിച്ചു. അച്ഛന് കാര്യങ്ങൾ അറിയാമെന്നവൾ വിശ്വസിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ജാനുവരി 7 ഒരു സന്ദർശക ദിനമായി മാറി. സ്റ്റേണിൽ നിന്ന് ഗേർഡ് ഹൈഡമാനും ഹീറോ ബുസ്സും മാത്രമല്ല, വർഷങ്ങൾക്കു മുൻപ് അച്ഛന്റെ കൂടെ ഒരു യാത്രയിൽ പങ്കെടുത്ത അച്ഛന് വലിയ മതിപ്പുള്ള ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ നിക്കോളാസ് അഷഷോവും വന്നു. അതോടെ സ്റ്റേൺ പത്രപ്രവർത്തകരുമായി ദിവസേനയുള്ള സംഭാഷണങ്ങൾ തുടങ്ങി. ആ സംഭാഷണങ്ങളിൽ
അച്ഛൻ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. അതവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഓരോ ദിവസവും അവർ 1-2 മണിക്കൂർ സംസാരിക്കും. ആദ്യം ഒരു ചെറിയ റിപ്പോർട്ട് വന്നു. പിന്നെ വലിയ ഫോട്ടോകളോടുകൂടിയ 4 വിശദമായ ലേഖനങ്ങൾ. അവൾക്ക് വിശ്രമം കിട്ടിയില്ലെന്നതിൽ അത്ഭുതമില്ല. അതിനു പുറമെ ലിമയിൽ നിന്ന് വേറെയും സന്ദർശകരുണ്ടായിരുന്നു. അതേസമയം സിവിലിയന്മാരും പട്ടാളക്കാരും അടങ്ങുന്ന, ഇപ്പോൾ താരതമ്യേന നല്ല രീതിയിൽ സഹകരിക്കുന്ന തിരച്ചിൽ സംഘങ്ങൾ കാട്ടിലൂടെ മുന്നോട്ടു പോകുകയായിരുന്നു. ജനുവരി 7 രാവിലെ അവർ ആദ്യത്തെ വിമാനാവശിഷ്ടത്തിനടുത്തെത്തി. കുടുംബാംഗങ്ങളുടെ അഥാക്ക് പരിശ്രമം കൊണ്ട് 6 മണിക്കൂറിനകം അവർ ഒരു ഹെലിപാഡ് വെട്ടിത്തെളിച്ചു. വൈകുന്നേരം 5 മണിയോടെ ആദ്യത്തെ FAP ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങി. ഏതാനും 100 വാരങ്ങൾക്കുള്ളിൽ അവർ ലാൻസയുടെ അടുക്കളയും കേടുപാടുകളില്ലാത്ത വാലും പൂർണ്ണമായും തകർന്ന ലഗേജ് അറയും കണ്ടെത്തി. അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കാട്ടിൽ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അന്നേ ദിവസം ഒരു സീപ്ലെയിൻ പ്യൂർട്ടോ ഇൻകയിൽ വന്നിറങ്ങിയപ്പോൾ അവിടുത്തെ കുട്ടികൾ ആഹ്ലാദാരവങ്ങളോടെ അതിന് വരവേറ്റു. ആ ചെറിയ കാട്ടുഗ്രാമം അതിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള ഒരു തിരക്കിലേക്ക് വീണു. അതിനു മുൻപും അവിടെ ഒരു വിമാനം തകർന്നിരുന്നു. പക്ഷെ അത് കണ്ടെത്താനായില്ല. ഇപ്പോൾ ആ ചെറിയ പട്ടണത്തിൽ കാലുകുത്താനിടമില്ലാതായി. ഉണ്ടായിരുന്ന ഹോട്ടലുകളെല്ലാം നിറഞ്ഞു. അവരവരുടെ നിരക്കുകൾ കുത്തനെ കൂട്ടി. റെസ്റ്റോറന്റുകളിൽ ആളുകളെക്കൊണ്ട് നിറഞ്ഞു. താമസിയാതെ ഭക്ഷണം കിട്ടാതായി. പുക്കാൽപ്പയിലും ഹോട്ടൽ മുറികളില്ലാതായി. ലിമയിൽ നിന്നുള്ള വിമാനങ്ങൾ ദിവസങ്ങളോളം ബുക്ക് ചെയ്യപ്പെട്ടു. പിറ്റേ ദിവസം ജനുവരി 8 അപകടസ്ഥലത്ത് നിന്ന് കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതോടൊപ്പം ആദ്യത്തെ 20 ശവശരീരങ്ങളും. ആ കണ്ടെത്തലുകൾ ഭീകരമായിരുന്നു. ദാന്തയുടെ നരകത്തോട് ഉപമിച്ചാണ് പത്രങ്ങൾ ആ ദൃശ്യങ്ങളെ വർണ്ണിച്ചത്. മിക്ക ശവശരീരങ്ങളും തിരിച്ചറിയാനാവാത്ത വിധം വികൃതമായിരുന്നു. അധികാരികൾ കൊണ്ടുവന്ന കൊറോണർ, മരണകാരണം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ, ആ ദൃശ്യങ്ങൾ കണ്ട് രോഗിയായിപ്പോയെന്നും എത്രയും പെട്ടെന്ന് തന്റെ ജോലി തീർത്ത് മടങ്ങിയെന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 2.5 മൈൽ ചുറ്റളവിൽ സമ്മാനപ്പൊതികൾ, ലഗേജുകൾ, വസ്ത്രങ്ങൾ, ഷൂസുകൾ, ക്രിസ്മസ് പലഹാരങ്ങൾ, അതോടൊപ്പം മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന ശരീരഭാഗങ്ങളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. എല്ലായിടത്തും അഴുകിത്തുടങ്ങിയതിന്റെ ഭീകരമായ ഗന്ധം തങ്ങിനിന്നു. മരച്ചില്ലകളിൽ കഴുകന്മാൻ ഇരിപ്പുണ്ടായിരുന്നു. പുതിയതായി ധൃതിയിൽ കൊണ്ടുവന്ന കൊറോണർ 15 മിനിറ്റ് നേരം അപകടസ്ഥലം പരിശോധിച്ചു. എന്നിട്ട് ശവശരീരങ്ങൾ മാറ്റാൻ ഉത്തരവിട്ട് സ്ഥലം വിട്ടു. അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഒരിക്കലും കണ്ടെത്താനായില്ലെന്നതിൽ അത്ഭുതമില്ല. ആദ്യം തിരിച്ചറിഞ്ഞത് പൈലറ്റിനെയും ഒരു കുട്ടിയെയുമായിരുന്നു. പൈലറ്റ് കാർലോസ് ഫോർണോയെ കോക്പിറ്റിൽ നിന്ന് മുറിച്ചെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സീറ്റും യൂണിഫോമും പേപ്പറുകളും വെച്ചാണ് തിരിച്ചറിഞ്ഞത്. ആ പെൺകുട്ടി എലിസബത്ത് റിബേറോ അവളുടെ അച്ഛൻ തന്നെ സമ്മാനിച്ച ആഭരണങ്ങൾ വെച്ചാണ് തിരിച്ചറിഞ്ഞത്. തന്റെ മകളുടെ അവശിഷ്ടങ്ങൾ ആ കറുത്ത പ്ലാസ്റ്റിക് ബാഗിലാറ്റി അദ്ദേഹം തനിച്ചു ചുമന്നു. ആ ശവശരീരങ്ങൾ ഹെലികോപ്റ്ററിൽ പ്യൂർട്ടോ ഇൻകയിലേക്കും അവിടെ നിന്ന് പുക്കാൽപ്പയിലെ ഒരു ഒഴിഞ്ഞ ഫാക്ടറി കെട്ടിടത്തിലേക്ക് തിരിച്ചറിയാനായി കൊണ്ടുപോയി. അവിടെയും അഴുകുന്നതിന്റെ ഗന്ധം കഴുകന്മാരെ ആകർഷിച്ചു. വീണ്ടും വീണ്ടും മഴ പെയ്തു. സിവിലിയന്മാർ തങ്ങളുടെ അവസാനത്തെ ശക്തിയും സംഭരിച്ച് ആ വീണ്ടെടുക്കൽ ജോലികൾ തുടർന്നു. പക്ഷേ അധികാരികൾ വേണ്ടത്ര സഹായം നൽകുന്നില്ലെന്ന് അവർ പരാതിപ്പെട്ടു. കൊക്കകളിലും ചെങ്കുത്തായ ചെരിവുകളിലും വീണുകിടക്കുന്ന ശവശരീരങ്ങൾ വീണ്ടെടുക്കുന്നത് അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. അതോടെ ആ ഭീകരമായ ജോലി കൂടുതൽ വേദനാജനകമായി. ഇതിനിടയിൽ അവൾ ജൂലിയൻ ഈ ഭീകരതകളിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെട്ടിരുന്നു. അവൾക്ക് വേണ്ടത് സമാധാനമായിരുന്നു. പക്ഷേ സ്റ്റേണിലെ പത്രപ്രവർത്തകരുമായുള്ള ദിവസേനയുള്ള സംഭാഷണങ്ങൾ, അവളെ ആശ്വസിപ്പിക്കാൻ വരുന്ന സന്ദർശകർ എല്ലാം അവളെ തളർത്തി. അവളുടെ അച്ഛൻ ദിവസവും പുക്കാൽപ്പയിലേക്ക് പോകും. താൽക്കാലികമായി ഒരുക്കിയ ആ മോർച്ചറിക്ക് മുന്നിൽ അദ്ദേഹം തന്റെ ഭാര്യയും കാത്ത് ദിനരാത്രങ്ങൾ നിന്നു. പക്ഷേ കണ്ടെത്തിയ ശവശരീരങ്ങളിലൊന്നും അദ്ദേഹത്തിന് അവളെ തിരിച്ചറിയാനായില്ല. പുക്കാൽപ്പയിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അദ്ദേഹം അവളുടെ മുറിയുടെ ഒരു മൂലയിൽ ഒന്നും മിണ്ടാതെയിരിക്കും. ഒരിക്കൽ മിഷണറി സ്റ്റേഷനിലെ കുട്ടികൾ അവളെ സന്ദർശിച്ചു മടങ്ങിയപ്പോൾ അവൾ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം ഏതോ ലോകത്തായിരുന്നു. എന്തുപറ്റി? അവൾ ചോദിച്ചു. അദ്ദേഹം ഞെട്ടിയുണർന്നതുപോലെ അവളെ നോക്കി. ഒന്നുമില്ല, അദ്ദേഹം ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അത് വിജയിച്ചില്ല. ഞാൻ നിന്റെ അമ്മയെ ഓർത്ത് കുറച്ചുനേരം ദുഃഖിച്ചിരിക്കുകയായിരുന്നു. പനി മെല്ലെ കുറഞ്ഞു തുടങ്ങി. പക്ഷേ അതിനേക്കാൾ ഭീകരമായിരുന്നു ആ 20 ഇഞ്ച് നീളമുള്ള തുണിക്കഷ്ണം ദിവസവും മുറിവിലേക്ക് തിരികെ കയറ്റുന്ന വേദന. ആ ദിവസങ്ങളിൽ താൻ അനുഭവിച്ചറിഞ്ഞതിന്റെ ഭീകരത പൂർണ്ണമായി മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. ആദ്യത്തെ ദുസ്വപ്നങ്ങൾ അവളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. അച്ഛൻ മുറിയിൽ വന്നിരിക്കും, ഒന്നും മിണ്ടാതെ. പിന്നെ എഴുന്നേറ്റു പോകും, വീണ്ടും വരും.
ആ ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ശവശരീരങ്ങൾ അവർ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവൾ സ്റ്റേണിലെ പത്രപ്രവർത്തകരുമായി സംസാരിക്കും. അവളുടെ ചിത്രങ്ങൾ വിദേശ മാഗസിനുകളിൽ വന്നപ്പോൾ പെറുവിലെ പത്രക്കാർക്ക് അവളെ കാണാൻ അനുവാദമില്ലാതിരുന്നത് അവരെ വല്ലാതെ ചൊടിപ്പിച്ചു. ജനുവരി 9 വിമാനം നിർമ്മിച്ച ലോക്ഹീഡ് കമ്പനിയിൽ നിന്നൊരു സംഘം വന്നു. അവർ അപകടസ്ഥലം സന്ദർശിച്ചു. പക്ഷേ അപകട കാരണത്തെപ്പറ്റി പുതിയ വിവരങ്ങളൊന്നും നൽകിയില്ല. ജനുവരി 11 അവൾ ലിൻഹോം കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് ഹോൾസ്റ്റൺ കുടുംബത്തിന്റെ വീട്ടിലേക്ക് മാറി. പിറ്റേ ദിവസം 13കാരനായ നഥാൻ ലയോണിന്റെയും 18കാരനായ ഡേവ് എറിക്സണിന്റെയും സംസ്കാര ചടങ്ങുകൾ നടന്നു. അവൾക്കറിയില്ലായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചറിയും, ഡിസംബർ 24 രാവിലെ ടിക്കറ്റിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ തന്റെ തൊട്ടുമുന്നിലുണ്ടായിരുന്നത് ആ 2 ആൺകുട്ടികളായിരുന്നുവെന്ന്. അന്നേ ദിവസം ശവശരീരങ്ങൾ വീണ്ടെടുക്കുന്നത് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. അതേ ദിവസം ജനുവരി 12 അവളുടെ അച്ഛൻ പുക്കാൽപൈലേക്ക് പോയി. ഉച്ചകഴിഞ്ഞ് തിരിച്ചുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വിളറി വെളുത്തിരുന്നു. പക്ഷേ അദ്ദേഹം ശാന്തനായിരുന്നു. അദ്ദേഹം അമ്മയെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു. ശാന്തമായി അദ്ദേഹം വിവരിച്ചു. ഒരു പത്രപ്രവർത്തകൻ അമ്മയുടെ ശവപ്പെട്ടിയിലേക്ക് ക്യാമറ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ തനിക്ക് അയാളുമായി ഒരു ഉന്തും തള്ളും ഉണ്ടായെന്ന്, താൻ ആ ക്യാമറ തട്ടിത്തെറിപ്പിച്ചെന്നും. അവൾ ഞെട്ടിപ്പോയി. അവളുടെ അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അദ്ദേഹം തുടർന്നു, ആ സ്ത്രീയുടെ ശവശരീരം തന്റെ ഭാര്യയുടേതാണെന്ന് 100% ഉറപ്പില്ലെന്ന്. തലയുടെ മുകൾ ഭാഗം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം ആ കാലുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അമ്മയ്ക്ക് വളരെ പ്രത്യേകതയുള്ള കാലുകളായിരുന്നു. 2 കാലിലെയും രണ്ടാമത്തെ വിരൽ പെരുവിരലിനേക്കാൾ നീളമുള്ളതായിരുന്നു. ചെറുവിരൽ വളഞ്ഞുമിരുന്നു. അച്ഛൻ എപ്പോഴും അതിനെപ്പറ്റി അമ്മയെ കളിയാക്കുമായിരുന്നു. ആ ശവശരീരത്തിന്റെ കാലുകളും അതുപോലെയായിരുന്നു. അപകട ദിവസം അമ്മ ഇട്ടിരുന്ന ഷൂസിനെപ്പറ്റി അദ്ദേഹം ചോദിച്ചു. യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന തുകൽ കൊണ്ടുള്ള പരന്ന ഷൂസായിരുന്നു അത്. അത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ തലകുനിച്ച് താഴേക്ക് നോക്കി. ആ ശവശരീരത്തിനരികിൽ അതുപോലൊരു ഷൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ശരിക്കും മരിച്ചു. ആ നിമിഷം ആ യാഥാർത്ഥ്യം ഒരു ഉറപ്പായി മാറിയപ്പോൾ അവൾക്കൊന്നും തോന്നിയില്ല. അവൾ സ്വയം അത്ഭുതപ്പെട്ടു. ഇത്രയും കാലം തനിക്കിതറിയില്ലായിരുന്നോ? ഇത്രയും ദിവസം പ്രതീക്ഷയ്ക്കു വല്ല വകയും ഉണ്ടായിരുന്നോ? ആ വൈകാരിക ശൂന്യത അവളെ വല്ലാതെ അലട്ടി. താനിപ്പോൾ പൊട്ടിക്കരയേണ്ടതല്ലേ? പക്ഷേ അച്ഛനും കരഞ്ഞില്ല, അവളും കരഞ്ഞില്ല. അദ്ദേഹം ഒരു ശാസ്ത്രീയ കേസ് വിവരിക്കുന്നതുപോലെയാണ് സംസാരിച്ചത്. പക്ഷേ അതിനർത്ഥം അത് അദ്ദേഹത്തെ ബാധിച്ചില്ല എന്നല്ല. അത് അദ്ദേഹത്തിന്റെ ചിന്തകളെയും വികാരങ്ങളെയും പൂർണ്ണമായി കീഴടക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വികാരങ്ങൾ പുറത്തുവന്നത് ദേഷ്യത്തിലൂടെയായിരുന്നു. തന്നെ ശല്യപ്പെടുത്തുന്ന പത്രപ്രവർത്തകരോട്, തന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ തന്റെ വികാരങ്ങളെ ചവിട്ടിമെതിക്കുന്ന അലസമായി ജോലി ചെയ്യുന്ന അധികാരികളോട്. ആ ശവപ്പെട്ടി നമ്പർ 22 കിടക്കുന്നത് തന്റെ ഭാര്യ തന്നെയാണോ എന്ന് പൂർണ്ണമായി ഉറപ്പിക്കാൻ അദ്ദേഹം ഒരുപാട് ഊർജം ചെലവഴിച്ചു. ആ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞു, തനിക്ക് പൂർണ്ണമായി ഉറപ്പില്ലെന്ന്. സംശയങ്ങൾ തന്നെ വേട്ടയാടുന്നുണ്ടെന്ന്. ആ ശവശരീരത്തിന്റെ അവസ്ഥ അദ്ദേഹത്തെ വല്ലാതെ കുഴക്കി. തലയുടെ മുകൾ ഭാഗം മാത്രം എങ്ങനെ നഷ്ടപ്പെട്ടു? അതിലുപരി എന്തുകൊണ്ടാണ് ആ ശവശരീരം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും അഴുകാതിരുന്നത്? കാട്ടിലൊരു ശവശരീരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഴുകിത്തുടങ്ങുമെന്ന് അവൾക്കും അറിയാമായിരുന്നു. കിങ് വാൾച്ചറുകളെപ്പറ്റി അവൾ ഓർത്തു. ഉറുമ്പുകൾ, പ്രാണികൾ, ആമകൾ, കഴുകന്മാർ, ഇവയെല്ലാം നിമിഷനേരം കൊണ്ട് ഒരു ശവശരീരം കണ്ടെത്തും, എത്ര ഒളിപ്പിച്ചു വച്ചാലും. അപ്പോൾ അമ്മയുടെ ശരീരം എങ്ങനെ ഇത്രയും കേടുകൂടാതെയിരുന്നു? ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അതോർക്കാൻ പോലും ഭീകരമാണ്. അമ്മ ഒരുപാട് ദിവസം ജീവനോടെ ഉണ്ടായിരുന്നിരിക്കണം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരിക്കണം അമ്മ മരിച്ചത്. അങ്ങനെയെങ്കിൽ ആ 2 ആഴ്ചക്കാലം അമ്മ എത്രത്തോളം അനുഭവിച്ചിരിക്കണം? ഈ വിവരങ്ങളെല്ലാം അവളുടെ തലച്ചോറ് സ്വീകരിച്ചു. പക്ഷേ അവളുടെ സംരക്ഷണ കവചം അതിനെ ഹൃദയത്തിലേക്ക് കടത്തിവിട്ടില്ല. ഒരുപക്ഷേ അച്ഛന് താനൊരു ഹൃദയമില്ലാത്തവളായി തോന്നിയിരിക്കുമോ? മകൾ അമ്മ 2 ആഴ്ച കാട്ടിൽ നിസ്സഹായയായി കിടന്നുവെന്നറിഞ്ഞിട്ടും ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. അവൾ കട്ടിലിൽ ചാരിക്കിടന്ന് ഉറങ്ങിപ്പോകുന്നു. സ്റ്റേണിലെ ആൾക്കാർ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ അത്താഴം കഴിക്കുന്നു. ഒരുപക്ഷേ അദ്ദേഹത്തിന് അവളുടെ അവസ്ഥ മനസ്സിലായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം വേദനയിൽ അത്രയ്ക്ക് മുഴുകിപ്പോയതുകൊണ്ട് അവളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. ഒരുപക്ഷേ അദ്ദേഹവും ഇതേ അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നുപോയത്. കാരണം മോർച്ചറിയിൽ പോയതും
പത്രപ്രവർത്തകരുമായി വഴക്കിട്ടതും വേറെ ആരോ ആണെന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. ആ നിമിഷം അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നുവെന്ന് അവൾക്കിന്നും അറിയില്ല. പിന്നീടൊരിക്കലും അവർ ആ ദിവസങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അച്ഛന്റെ ഉള്ളിലെ സംഘർഷങ്ങളെല്ലാം വ്യക്തമാക്കുന്നതായിരുന്നു അമ്മയെ തിരിച്ചറിഞ്ഞതിന് പിറ്റേ ദിവസം അദ്ദേഹം തന്റെ സഹോദരിക്കെഴുതിയ ആ ചെറിയ കത്ത്. ഇന്നലെ ഞാൻ മരിയയുടെ ശവശരീരം കണ്ടു. ശവപ്പെട്ടി അടച്ച് സീൽ ചെയ്തിരുന്നു. എല്ലാം വളരെ പ്രയാസകരമായിരുന്നു. പത്രപ്രവർത്തകരുമായി എനിക്ക് ശരിക്കും ഒരു ഉന്തും തള്ളുമുണ്ടായി. മരിയയുടെ വിവാഹമോതിരം എന്നെ കാണിച്ചു. അത് കയ്യിൽ നിന്ന് കിട്ടിയതാണോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പല്ലിന്റെ ബ്രിഡ്ജ് വെച്ചാണ് കൃത്യമായി തിരിച്ചറിഞ്ഞതെന്ന് പറയുന്നു. പക്ഷെ തലയുടെ മുകൾ ഭാഗമില്ലായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ശവശരീരം അഴുകിത്തുടങ്ങിയിരുന്നില്ല. കഴുകന്മാരും പ്രാണികളും ചെറുതായി നശിപ്പിച്ചിട്ടേയുള്ളൂ. ഞങ്ങളുടെ അനുഭവത്തിൽ കാട്ടിൽ ഒരു സസ്തനിയുടെ ശവശരീരം 5-6 ദിവസം കഴിഞ്ഞാൽ എല്ലും തൊലിയും മാത്രമേ ബാക്കിയുണ്ടാകൂ. ഒരു കാൽപാദം ഇപ്പോഴും തിരിച്ചറിയാമായിരുന്നു. അത് മരിയയുടേതാകാം. അവൾക്ക് വളരെ പ്രത്യേകതയുള്ള കാൽവിരലുകളാണല്ലോ. പക്ഷെ എനിക്ക് പൂർണ്ണമായി ഉറപ്പില്ല. നീ അവിടെ ആ ശവശരീരം പരിശോധിപ്പിക്കണം. മരിയ ദിവസങ്ങളോളം ജീവനോടെ ഉണ്ടായിരുന്നിരിക്കാനും തലയുടെ ഭാഗങ്ങൾ പിന്നീട് എടുത്തുമാറ്റിയതാകാനും സാധ്യതയുണ്ട്. അമ്മയുടെ സഹോദരൻ യൊഹാൻ ജോർജുമായി സംസാരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റാരും തൽക്കാലം ഇതൊന്നും അറിയണ്ട. ജനുവരി 7 മുൻപ് ഒരു ശവശരീരവും കണ്ടെത്തിയിരുന്നില്ല. പലതും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ്. 91 പേരുടെ എണ്ണം തികയ്ക്കാൻ ഒരുപക്ഷേ തലയോട്ടികൾ വേണ്ടിവരും. അദ്ദേഹത്തെ അലട്ടിയ അതേ ചിന്തകൾ ആ സമയത്ത് ഞാനും എന്റെ അമ്മായിക്കും മുത്തശ്ശിക്കും എഴുതുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കത്തുകൾ തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ നിങ്ങൾക്കൊരു കത്തെഴുതുന്നതുകൊണ്ട് ഞാനും കുറച്ച് എഴുതാമെന്ന് വിചാരിച്ചു. കൈയക്ഷരം മോശമായതിൽ ക്ഷമിക്കണം. ഞാൻ കിടന്നാണ് എഴുതുന്നത്. എന്റെ വലത് തോളെല്ലാം പൊട്ടിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ ഒരുപാട് ഭേദമുണ്ട്. മുറിവുകളെല്ലാം ഉണങ്ങുന്നു. എനിക്ക് നന്നായി നടക്കാനും പറ്റുന്നുണ്ട്. ഇവിടെയുള്ളവരെല്ലാം എന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. എനിക്ക് പുസ്തകങ്ങളും ചോക്ലേറ്റും എല്ലാം കൊണ്ടുവന്നു തരുന്നു. ഒരുപാട്. ഭക്ഷണം വളരെ നല്ലതാണ്. ഞാനിപ്പോൾ എന്റെ ഡോക്ടറുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ കത്തെഴുതുന്നത് നിർത്തുകയാണ്. എനിക്ക് വേറൊരാൾക്ക് കൂടി എഴുതാനുണ്ട്. ഒരു 17-കാരി, അതും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ഒരാൾ, ആ ഭീകരമായ സംഭവങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു കത്തെഴുതുമ്പോൾ അവളുടെ ഉള്ളിലെ മരവിപ്പ് ആ വരികളിൽ നിന്ന് വായിച്ചെടുത്താം. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ളൊരു വെപ്രാളമായിരുന്നു അത്. ആ ചെറിയ കത്തിൽ 4 തവണ നല്ലത് എന്ന വാക്ക് അവൾ ഉപയോഗിച്ചിരുന്നു. അതും അമ്മയുടെ ശവശരീരം കണ്ടെത്തിയതിന് പിറ്റേ ദിവസം. നിനക്ക് കുഴപ്പമൊന്നുമില്ല ജൂലിയൻ, നീ രക്ഷപ്പെട്ടു, നിനക്ക് സുഖമാണ് എന്നവൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അവൾക്കിന്ന് തോന്നുന്നു. ചുറ്റുമുള്ളവരുടെ ദുഃഖവും വേദനയും കണ്ട് താനായിട്ട് അവരെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് അവൾ കരുതിയിരിക്കാം. അമ്മായിയുടെ മരണശേഷം മാത്രമാണ് അച്ഛൻ ആ ശവശരീരത്തെപ്പറ്റിയുള്ള അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായത്. അദ്ദേഹത്തിനൊരു ഉറപ്പ് വേണമായിരുന്നു. പക്ഷേ പുക്കാൽപ്പയിലെ അഴിമതിയും ആശയക്കുഴപ്പങ്ങളും ജർമ്മനിയിൽ നിന്ന് കിട്ടിയ വിചിത്രമായ റിപ്പോർട്ടുകളും അദ്ദേഹത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കി. വീണ്ടെടുക്കൽ ജോലികൾ വളരെ പ്രയാസകരമായിരുന്നതുകൊണ്ട് ആ ശവശരീരം കണ്ടെത്തിയ സ്ഥലത്തിൻ്റെയോ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയുടെയോ ഫോട്ടോകളൊന്നും ആരും എടുത്തിരുന്നില്ല. ആ ഷൂസ് എവിടെയാണ് കണ്ടെത്തിയതെന്ന് പോലും ആർക്കും ഉറപ്പില്ലായിരുന്നു. അച്ഛൻ ആ ശവശരീരത്തിനു മുന്നിൽ നിന്ന ദിവസം അവർ അദ്ദേഹത്തിനൊരു വിവാഹമോതിരം കാണിച്ചുകൊടുത്തു. അദ്ദേഹത്തിനത് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിൽ അവരുടെ വിവാഹനിശ്ചയത്തിന്റെ തീയതിയും അദ്ദേഹത്തിന്റെ പേരും കൊത്തിവെച്ചിരുന്നു. അത് അമ്മയുടേത് തന്നെയായിരുന്നു. പക്ഷേ അത് ആ ശവശരീരത്തിന്റെ കയ്യിൽ നിന്നാണോ കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ആരും അത് സ്ഥിരീകരിച്ചില്ല. അത് തനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജിക്ക് കാണണമെന്ന് പറഞ്ഞ് അവരത് നിഷേധിച്ചു. പിന്നീടൊരിക്കലും അച്ഛൻ ആ മോതിരം കണ്ടിട്ടില്ല. ജഡ്ജിയോടോ പട്ടാളത്തോടോ ഹോസ്പിറ്റലിലോടോ ചോദിച്ചപ്പോൾ ആരും അതിനെപ്പറ്റി കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ നിൽക്കെ തന്നെ ആ ശവപ്പെട്ടി അടച്ച് സീൽ ചെയ്തു. അതേ ദിവസം ജാനുവരി 12 അതിൽ ഇമെയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ ലൂയിസ് ഫെലിപ്പെ റോവെറഡോ ആ ശവശരീരം എംബാം ചെയ്തു. ജർമ്മനിയിലേക്കുള്ള യാത്രയിൽ അത് കേടുകൂടാതിരിക്കാൻ. അവളുടെ ഗോഡ്ഫാദറിന്റെ തോട്ടത്തിൽ നിന്ന് ഒരു ചെറിയ പൂച്ചെണ്ട് ആ ശവപ്പെട്ടിയിൽ വെച്ചു. അമ്മയുടെ കല്യാണ ദിവസം ഉണ്ടാക്കിയ അതേ ചെടിയിൽ നിന്നുള്ള പൂക്കൾ. ജാനുവരി 14 വൈകുന്നേരം ലിമ എയർപോർട്ടിലെ ഒരു ഹാങ്കറിൽ വെച്ച് ഒരു സംസ്കാര ചടങ്ങ് നടന്നു. വിമാനങ്ങൾ പറന്നുയരുന്നതിന്റെയും ഇറങ്ങുന്നതിന്റെയും ശബ്ദം ആ ചടങ്ങിനൊരു പ്രത്യേക നാടകീയത നൽകിയെന്ന് സുഹൃത്തുക്കൾ പിന്നീട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ
അമ്മയുടെ ശവപ്പെട്ടി ലുഫ്താൻസ വിമാനത്തിൽ ഫ്രാങ്ക്ഫർട്ടിലേക്കും അവിടെ നിന്ന് മ്യൂണിക്കിലേക്കും കൊണ്ടുപോയി. ജാനുവരി 21-ന് അമ്മയുടെ അച്ഛനെ അടക്കിയ അതേ സെമിത്തേരിയിൽ അമ്മയുടെ ഭൗതിക അവശിഷ്ടങ്ങളും അടക്കം ചെയ്തു. അവളുടെ അച്ഛനോ അവളോ ആ 2 ചടങ്ങുകളിലും പങ്കെടുത്തില്ല. അവളുടെ അവസ്ഥ കാരണം മാത്രമല്ല, ആ ദുഃഖം താങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു എന്നതുകൊണ്ടുകൂടിയാണെന്ന് അവൾ സംശയിക്കുന്നു. എന്തിനാണ് ജർമ്മനിയിൽ അടക്കിയത്, പെറുവിൽ എന്തുകൊണ്ടില്ല? അച്ഛൻ അതിന്റെ കാരണങ്ങളൊന്നും അവളോട് പറഞ്ഞില്ല. പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജർമ്മനിയിലേക്ക് തിരിച്ചുപോകാൻ അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് അവൾക്കറിയാമായിരുന്നു. തന്റെ സ്വന്തം മരണത്തെപ്പറ്റി അച്ഛൻ എത്രത്തോളം ചിന്തിച്ചിരുന്നു എന്ന് അദ്ദേഹം അമ്മായിക്കയച്ച ഒരു കത്തിൽ നിന്ന് വ്യക്തമാണ്. തന്റെ ശവകുടീരം എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം അതിൽ വിശദമായി വിവരിച്ചിരുന്നു. തനിക്കു വേണ്ടിയും അവിടെ ഒരു സ്ഥലം ഒരുക്കിയിരുന്നു. അമ്മായിയുടെ മറുപടി വളരെ വിവേകപൂർണമായിരുന്നു. നിങ്ങൾ ജൂലിയനു വേണ്ടി ജീവിച്ചിരിക്കണമെന്ന കാര്യം കൂടി ഓർക്കണം. അമ്മയെ നഷ്ടപ്പെട്ട അവൾക്ക് അച്ഛനെ ഇരട്ടിയായ ആവശ്യമുണ്ട്. അച്ഛന്റെ തലയിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോവുകയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം അവളോട് പറഞ്ഞു, അമ്മയെ കണ്ടെത്തുമ്പോഴും അവർക്ക് ജീവനുണ്ടായിരുന്നിരിക്കാമെന്ന്. പക്ഷേ പിന്നെന്തുകൊണ്ടാണ് അമ്മ മരിച്ചത്? അവൾ ഞെട്ടലോടെ ചോദിച്ചു. കുറച്ചുനേരം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ഒരുപക്ഷേ അവളെ ആരെങ്കിലും കൊന്നതായിരിക്കുമോ? ആ ഉത്തരം ഭീകരവും അവിശ്വസനീയവുമായിരുന്നു. എന്തിനാണ് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത്? ആ ചിന്ത അച്ഛനെ വിട്ടുപോയില്ല. ആ ശവശരീരം തന്റെ ഭാര്യയുടേതാണോ അല്ലയോ എന്നറിയണം. അമ്മ എപ്പോൾ എങ്ങനെ മരിച്ചു എന്നറിയണം. മ്യൂണിക്കിൽ ഒരു ഓട്ടോപ്സി നടത്താൻ അദ്ദേഹം തന്റെ സഹോദരിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിന്റെ ഫലം വരാൻ ഒരുപാട് സമയമെടുത്തു. ഫെബ്രുവരിയിൽ സ്റ്റേണിലെ ഗേർഡ് ഹൈഡമാൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ ഫലം അച്ഛനെ കൂടുതൽ തകർത്തു. എംബാം ചെയ്ത, ഇപ്പോഴും അഴുകാത്ത ഒരു ശരീരത്തിനു പകരം ഏതാനും എല്ലുകൾ മാത്രമാണ് മ്യൂണിക്കിലെത്തിയത്. അതെങ്ങനെ സംഭവിക്കും? ആ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം ഒരിക്കലും കിട്ടിയില്ല. ഒരുപക്ഷേ ശവപ്പെട്ടി അബദ്ധത്തിൽ മാറിപ്പോയതായിരിക്കുമോ? എങ്കിൽ പിന്നെ മരിയ കോപ്കെയുടെ താടിയെല്ല് അവരുടെ ഡെന്റിസ്റ്റിന്റെ രേഖകൾ വെച്ച് കൃത്യമായി തിരിച്ചറിഞ്ഞ ആ ഭാഗം എങ്ങനെ ആ ശവപ്പെട്ടിയിലെത്തി? ലിമയിൽ വെച്ച് എംബാം ചെയ്ത ഡോക്ടറും മ്യൂണിക്കിൽ ഓട്ടോപ്സി നടത്തിയ ഡോക്ടറും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ശവശരീരം അത്ര പെട്ടെന്ന് അഴുകിപ്പോകാൻ ഒരു സാധ്യതയുമില്ലെന്ന്. ആരെങ്കിലും എന്തെങ്കിലും മറച്ചുവെക്കാൻ ശ്രമിക്കുകയായിരുന്നോ? അച്ഛൻ അങ്ങനെ സംശയിച്ചു. പക്ഷേ എന്തു മറച്ചുവെക്കാൻ? അതൊരു ഉത്തരം കിട്ടാത്ത രഹസ്യമായി അവശേഷിച്ചു. അടുത്ത ആഴ്ചകളിൽ അച്ഛനൊരു എക്സുമേഷനു വേണ്ടി തന്നാലാവും വിധം ശ്രമിച്ചു. ജനുവരി 12-ന് പുക്കാൽപ്പയിൽ വെച്ച് താൻ കണ്ട കാര്യങ്ങൾ, കാട്ടിൽ ചത്ത മൃഗങ്ങളെപ്പറ്റിയുള്ള തന്റെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്ത് അദ്ദേഹം ഒരു സത്യവാക്മൂലം തയ്യാറാക്കി. ലിമയിലെ ഡോക്ടറുടെ ഒരു സാക്ഷ്യപത്രവും അതോടൊപ്പം വെച്ചു. അമ്മായി അതെല്ലാം ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. പക്ഷേ സ്റ്റേൺ മാഗസിനിൽ ഫെബ്രുവരി 23-ന് വന്ന ഒരു ചെറിയ വാർത്തയല്ലാതെ ആ വിഷയത്തിൽ മറ്റൊന്നും സംഭവിച്ചില്ല. ആ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: തെറ്റായ ശവശരീരം. പെറുവിലെ വിമാനാപകടത്തിൽ 17-കാരിയായ ജൂലിയൻ കോപ്കെ മാത്രം 11 ദിവസത്തെ കാൽനടയാത്രയ്ക്ക് ശേഷം രക്ഷപ്പെട്ടു. പക്ഷേ അതിനൊരു ദുരൂഹമായ അന്ത്യം കുറിച്ചിരിക്കുന്നു. അപകടം കഴിഞ്ഞ് 15 ദിവസങ്ങൾക്ക് ശേഷം ജൂലിയന്റെ അച്ഛൻ തന്റെ ഭാര്യയുടെ ശവശരീരം അത്ഭുതകരമായി അഴുകാത്ത നിലയിൽ കണ്ടു. അതിൽ പ്രിസർവേറ്റീവുകൾ ഒഴിപ്പിച്ച് മ്യൂണിക്കിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. പക്ഷേ അവിടെ എത്തിയത് അസ്ഥികൂടത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. അതൊരു പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്നുപോലും തിരിച്ചറിയാനായില്ല. പക്ഷേ കൂട്ടത്തിൽ ഫ്രൗ ഡോക്ടർ കോപ്കെയുടെ താടിയെല്ലുമുണ്ടായിരുന്നു. ആ പക്ഷിശാസ്ത്രജ്ഞ വിമാനാപകടത്തെ അതിജീവിച്ച് പിന്നീട് മരിച്ചതാണോ എന്ന് ഇനിയൊരിക്കലും കണ്ടെത്താനാവില്ല. യരിന കോച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷമുള്ള ആഴ്ചകളിൽ ഈ ഭീകരമായ വിവരങ്ങളൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ല. പക്ഷേ ആ മനുഷ്യന് അതെത്രത്തോളം വേദനാജനകമായിരുന്നിരിക്കണം. തന്റെ ജീവിതത്തിൽ ഹൃദയം തുറന്ന ഒരേ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അവരുടെ ശവശരീരം പോലും നഷ്ടപ്പെട്ടു. അവരെങ്ങനെ മരിച്ചുവെന്നോ അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ എവിടെയാണെന്നോ ഒരിക്കലും അറിയാതെ. അച്ഛന്റെ സംശയങ്ങളെപ്പറ്റി എനിക്കറിയാമായിരുന്നെങ്കിലും എന്റെ അമ്മയെ അടക്കിയിരിക്കുന്നത് ഔഫ് കിർഷനിലെ സെമിത്തേരിയിലാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതായിരുന്നു എനിക്ക് എളുപ്പം. എന്റെ മാനസിക സന്തുലിതാവസ്ഥ വീണ്ടെടുക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. അച്ഛനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ആ വിഷയം വിട്ടു. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, അമ്മായിയുടെ മരണശേഷം ആ ഞെട്ടിക്കുന്ന രേഖകൾ കണ്ടെത്തുന്നതുവരെ. ജനുവരി 24-ന് പുക്കാൽപ്പയിൽ നിന്നുള്ള 54 പേർക്കു വേണ്ടി ഒരു സംസ്കാര ചടങ്ങ് നടന്നതിനെപ്പറ്റിയും ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. അവരുടെ ശവശരീരങ്ങൾ അലാസ് ഡി സ്പെറാൻസ എന്നു പേരിട്ട ശവകുടീരത്തിൽ അടക്കം ചെയ്തു.
തിരിച്ചറിയാനാവാത്ത ശരീരഭാഗങ്ങൾ ഒരു പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യാനായിരുന്നു അധികാരികളുടെ ആദ്യത്തെ പദ്ധതി. പക്ഷേ അത് അവിശ്വാസവും ദൈവനിഷേധവും മനുഷ്യത്വരഹിതവുമാണ് എന്നു പറഞ്ഞ് കുടുംബാംഗങ്ങൾ അതിനെതിരെ പോരാടി വിജയിച്ചു. അങ്ങനെ ആ മനുഷ്യരുടെ അവശിഷ്ടങ്ങളും 27 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വെർണർ ഹെർസോഗിനൊപ്പം സന്ദർശിച്ച ആ ശവകുടീരത്തിൽ വിശ്രമം കൊണ്ടു. വീണ്ടെടുക്കൽ ജോലികളിൽ മാരിയോ സെർബെ എന്ന 26-കാരനായ ഒരു സന്നദ്ധ പ്രവർത്തകൻ അവിശ്വസനീയമായൊരു ഉൾക്കാഴ്ചയോടെ പകുതിയോളം ശവശരീരങ്ങൾ തനിച്ചു കണ്ടെത്തി. ആ പത്രത്തിന്റെ പ്രത്യേക പതിപ്പിലെ വിവരങ്ങളനുസരിച്ച് കുറഞ്ഞത് 6 പേരെങ്കിലും ആ അപകടത്തെ അതിജീവിച്ചിരുന്നു. മറ്റു റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് 12 ആയിരുന്നു. വീണ്ടെടുക്കൽ ഔദ്യോഗികമായി അവസാനിച്ച ശേഷവും പിന്മാറാൻ കൂട്ടാക്കാതിരുന്ന ഒരു സംഘം സിവിലിയന്മാർ 6 ശവശരീരങ്ങൾ കൂടി കണ്ടെത്തി. അതിൽ അമേരിക്കൻ ആൺകുട്ടിയുടെയും ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്കെതിരെ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അച്ഛന്റെ സംശയങ്ങൾ തകർന്നുപോയൊരു മനുഷ്യന്റെ ഭീകരമായ ചിന്തകളായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഭീകരമായ സംശയം തന്നെ കാണിക്കുന്നത് അദ്ദേഹം എത്രത്തോളം തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നാണ്. അമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ പ്രധാനമായും അലാസ് ദി എസ്പെറാൻസ ശവകുടീരത്തിലായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ അവരുടെ പേരില്ലെങ്കിൽ എന്താണ്? ഒരുപക്ഷേ അത് ഔഫ്കിർഷനിലെ സെമിത്തേരിയേക്കാൾ നല്ല ഒരിടമായിരിക്കാം. അതിലുപരി എനിക്കൊരു കാര്യം ഉറപ്പാണ്: അമ്മയ്ക്കു ശാന്തി ലഭിച്ചിരിക്കുന്നു. ഒരു ദിവസം ഉഷ്ണമേഖലയിൽ മാത്രം കാണുന്ന ആകാശം രക്തനിറമാക്കുന്ന ഒരു സൂര്യാസ്തമയത്തിൽ എന്റെ ഭർത്താവ് ചോദിച്ചു, നമുക്ക് പോകണ്ടേ? 10 മിനിറ്റിലധികം ഞാൻ ഒന്നും മിണ്ടാതിരുന്നാൽ ഞാൻ പഴയ ഓർമ്മകളിലാണെന്ന് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നാളെ ഒരു വലിയ യാത്രയുണ്ട്. ആ ചിന്തയിൽ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. നാളെ ഞാൻ പങ്ക്വാനയിലെത്തും. 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പെട്ടി പാക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അന്നവർ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്ന ആ സ്യൂട്ട്കേസിനെപ്പറ്റി ഞാൻ ഓർത്തു. 1971-ലെ ക്രിസ്മസ് ആഘോഷത്തിനു വേണ്ടി അമ്മയും ഞാനും ലിമയിൽ നിന്ന് പാക്ക് ചെയ്ത സ്യൂട്ട്കേസുകളിൽ ഒന്നായിരുന്നു അത്. അതിനൊരു കേടുപാടും പറ്റിയിരുന്നില്ല. പുറംഭാഗം മാത്രം നനഞ്ഞിരുന്നു. അതിലുണ്ടായിരുന്ന ക്രിസ്മസ് സ്റ്റോളൻ പത്രങ്ങളിൽ ഒരുപാട് തവണ വർണ്ണിച്ച ആ പലഹാരം അച്ഛനും ഞാനും കഴിച്ചു. പക്ഷികളുടെ ശബ്ദമുള്ള ടേപ്പുകളും അവർ കൊണ്ടുവന്നു തന്നു. പിന്നെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച മറ്റൊന്ന്, എന്റെ ഫൗണ്ടൻ പെൻ. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരേപോലത്തെ പേനയായതുകൊണ്ട് മാറിപ്പോകാതിരിക്കാൻ ഞാൻ അതിൽ മായാത്ത മഷികൊണ്ട് എന്റെ പേരെഴുതിയിരുന്നു. ഒരുപാട് കാലം അതെന്റെ ഏറ്റവും വലിയ നിധികളിലൊന്നായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്റെ പേഴ്സിന്റെ കൂടെ അത് മോഷ്ടിക്കപ്പെട്ടു. ആ നഷ്ടം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ അപകടത്തിന് ശേഷം ഒരു വൈക്കോൽ തുരുമ്പിൽ നിന്ന് ഒരു സൂചി കണ്ടെടുത്തതുപോലെ ഞങ്ങൾ ഇരുവരും കാടിന്റെ ആഴങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. പിറ്റേ ദിവസം വീണ്ടും ആ സമയം വന്നെത്തി. ഞങ്ങൾ പങ്ക്വാനയിലേക്ക് പുറപ്പെട്ടു. രാവിലെ തന്നെ ഒരു 4 വീൽ ഡ്രൈവ് ടൊയോട്ട പിക്കപ്പ് ഞങ്ങളെ കൂട്ടാൻ വന്നു. കുറച്ചുകാലമായി ഞങ്ങൾ ഒരേ ഡ്രൈവർമാരെയാണ് ബുക്ക് ചെയ്യാറ്. അവർക്ക് ആ ദുർഘടമായ വഴി സ്വന്തം കൈരേഖ പോലെ പരിചിതമാണ്. അവരുടെ വണ്ടികൾ ഇതുവരെ ഞങ്ങളെ വഴിയിൽ കിടത്തിയിട്ടില്ല. റോഡ് തുറന്നിട്ടുണ്ട് എന്ന് ഞങ്ങളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു. എനിക്ക് സമാധാനമായി. കുറച്ചു ദിവസമായി കനത്ത മഴ കാരണം ആ വഴി അടഞ്ഞുകിടക്കുകയായിരുന്നു. അവസ്ഥ അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ നമുക്ക് പോകാം. ഇന്നലെ എൻ്റെ ഒരു ഡ്രൈവർക്ക് 7 മണിക്കൂർ എടുത്തു. 7 മണിക്കൂർ! അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. പ്രധാന കാര്യം യുയാപിച്ചിസിൽ പകൽ സമയത്ത് എത്തണം എന്നതാണ്. രാത്രിയിൽ പച്ചിറ്റിയ നദി കടക്കുന്നതും റിസർച്ച് സ്റ്റേഷനിലേക്കുള്ള കാൽനടയാത്രയും പകലിനേക്കാൾ ദുഷ്കരമാണ്. ഒരു കുഴപ്പവുമുണ്ടാകില്ല എന്ന് നെറി എന്നെ ആശ്വസിപ്പിച്ചു. വേണ്ടിവന്നാൽ നിങ്ങൾക്കെന്റെ വീട്ടിൽ തങ്ങാമല്ലോ. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ട്രക്കിന്റെ പുറകിൽ വെക്കാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ ഗ്യാസലിൻ കാനിസ്റ്ററിനു മുകളിൽ ഒരു പലകയിട്ട് മോറോയ്ക്കും രണ്ടാമത്തെ ഡ്രൈവർക്കും ഇരിക്കാനൊരിടമുണ്ടാക്കി. ആ യാത്ര അത്ര സുഖകരമല്ലെന്ന് എനിക്കെന്റെ അനുഭവത്തിൽ നിന്നറിയാം. ചുട്ടുപൊള്ളുന്ന വെയിലത്തും പൊടി നിറഞ്ഞ കുണ്ടും കുഴിയുമുള്ള റോഡിലും. പക്ഷേ മോറോ ചിരിച്ചു. അയാൾക്കത് ശീലമാണ്. അയാൾ ഉറങ്ങിക്കോളും. ആൻഡീസിലേക്കും പിന്നീട് ലിമയിലേക്കും പോകുന്ന ആ കാട്ടുപാതയിലേക്ക് തിരിഞ്ഞപ്പോൾ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇന്ന് വൈകുന്നേരം ഞാൻ പൻഗ്വാനയിലെത്തും. ഇത്രയും വർഷങ്ങൾ ജർമ്മനിയിൽ ജീവിച്ചിട്ടും എനിക്കിപ്പോഴും ഇതൊരു തിരിച്ചുവരവാണ്. അന്നത്തെപ്പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടോ ലിംഗ്വിസ്റ്റിക്കോയിൽ 4 ആഴ്ചത്തെ താമസത്തിനു ശേഷം ഡോക്ടർമാർ എന്നെ പോകാൻ അനുവദിച്ചപ്പോൾ കുറച്ചു ദിവസം ഞാൻ അച്ഛന്റെ കൂടെ മൗൾഹാർട്ട് കുടുംബത്തിന്റെ ബംഗ്ലാവിൽ താമസിച്ചു.
അവിടെ വെച്ചാണ് സ്റ്റേണിലെ പുതിയ റിപ്പോർട്ടറുമായി അവസാനത്തെ ഇന്റർവ്യൂ നടത്തിയത്. ആ ചോദ്യങ്ങളെല്ലാം എന്റെ ഞരമ്പുകളെ തളർത്താൻ തുടങ്ങിയിരുന്നു. ഗേർഡ് ഹൈഡേമാനും ഹീറോ ബുസ്സുമായുള്ള സംഭാഷണങ്ങൾ സുഖകരമായിരുന്നു. പക്ഷേ അവരുടെ റിപ്പോർട്ടുകളിലും തെറ്റുകൾ കടന്നുകൂടി. അത് പിന്നീട് 1000 തവണ ആവർത്തിക്കപ്പെട്ടു. എന്നെപ്പറ്റി അവർ സംസാരിക്കുന്നതിനു മുൻപ് വന്ന ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ പിന്നീട് ഒരിക്കലും തിരുത്താനാവാത്ത കിംവദന്തികൾക്ക് വിത്തുപാകിയിരുന്നു. ലൈഫ് മാഗസിനിലെ ലേഖനത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അത്. ആ റിപ്പോർട്ടർ ടൂർനാവിസ്റ്റയിലെ നഴ്സിനെയും പൈലറ്റ് ജെറി കോബിനെയും എന്നെ രക്ഷിച്ച മരം വെട്ടുകാരെയും ഇന്റർവ്യൂ ചെയ്തിരുന്നു. അങ്ങനെ സ്റ്റേൺ എഴുതി, ഞാൻ അപകടസ്ഥലത്ത് നിന്ന് ഒരു കേക്ക് കൊണ്ടുവന്നിരുന്നുവെന്ന്. സത്യത്തിൽ അങ്ങനെയൊരു കേക്ക് ഉണ്ടായിരുന്നില്ല. ചെളിപുരണ്ട ആ പനേറ്റോൺ എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കഥ ലോകം മുഴുവൻ പരന്നു, പല രൂപങ്ങളിൽ. ഒരു കേക്ക് പലതായി. അവസാനം പാരീസ് മാച്ച് മാഗസിനിൽ അത് ഒരുപാട് കേക്കുകളായി. എനിക്കൊരു ബാഗ് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ചുമക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ കേക്ക് ഞാൻ അച്ഛനു വേണ്ടി ചുട്ട ഒരു ക്രിസ്മസ് സ്റ്റോളനായി മാറി. മറ്റൊരു പത്രത്തിൽ ഞാൻ വിമാനത്തിൽ നിന്നിറങ്ങിയപ്പോൾ അത് എന്റെ മടിയിലുണ്ടായിരുന്നു. ഞാൻ അപകടസ്ഥലം വിട്ടുപോയതിൽ സ്റ്റേൺ റിപ്പോർട്ടർമാർ അത്ഭുതപ്പെട്ടു. അതൊരു അബദ്ധമായിരുന്നു എന്നുപോലും എഴുതി. പക്ഷേ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ഉണർന്ന സ്ഥലത്ത് എന്നെ ആരും ഒരിക്കലും കണ്ടെത്തുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പേടിച്ചോടുകയായിരുന്നില്ല, മറിച്ച് ഒരു കാരണത്തോടെ വെള്ളത്തിന്റെ ഒഴുക്കിനെ പിന്തുടരുകയായിരുന്നു. ആദ്യത്തെ റിപ്പോർട്ടിൽ ഞാൻ സ്വയം ചങ്ങാടമുണ്ടാക്കിയെന്ന ആ അസംബന്ധ കഥയുമുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരുപാട് പുഴുക്കൾ എന്നുണ്ടായിരുന്നു. മ്യൂണിക്കിലെ ആ വിദഗ്ധനെ ഒരു കത്തെഴുതാൻ പ്രേരിപ്പിച്ചത് ഈ ആദ്യത്തെ ലേഖനത്തിലാണ്. രണ്ടാമത്തെ റിപ്പോർട്ടിൽ പിന്നീട് പലരും എന്നെ കുറ്റപ്പെടുത്തിയ ഒരു വാചകമുണ്ടായിരുന്നു. അപകടത്തിന് ശേഷം ജൂലിയൻ തീരുമാനിച്ചു, ഇപ്പോൾ അച്ഛന് ഭാര്യയെ നഷ്ടപ്പെട്ടു, പക്ഷേ മകളെ നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന്. ഞാൻ എന്റെ മരിച്ച അമ്മയെയും ഒരു പക്ഷേ മറ്റു ശവശരീരങ്ങളെയും പരിക്കേറ്റവരെയും കണ്ടുവെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് സത്യമായിരുന്നില്ല. പരിക്കേറ്റവർ കാട്ടിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഞാൻ സ്വന്തം കാര്യം നോക്കിപ്പോയി എന്ന തെറ്റായ റിപ്പോർട്ടുകളിലേക്ക് നയിച്ചത് ഈ വാചകമാണ്. പക്ഷേ ഇതൊന്നും എന്നെ അത്രയധികം ബാധിച്ചില്ല. അവസാനത്തെ റിപ്പോർട്ടിലെ സ്വരവും ഉള്ളടക്കവുമാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത്. 1972 ഫെബ്രുവരിയിൽ വന്ന ആ റിപ്പോർട്ടിൽ എന്നെ ഒരു വികാരമില്ലാത്ത, അഹങ്കാരിയായ, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ഒരു കുട്ടിയായി ചിത്രീകരിച്ചിരുന്നു. ആ ലേഖനത്തിൽ ചെറിയ ജൂലിയൻ എന്ന പ്രയോഗം 7 തവണയുണ്ടായിരുന്നു. എന്റെ അനുഭവങ്ങൾ എന്നെ ഒരു തരത്തിലും ബാധിച്ചില്ലെന്നും എനിക്ക് വീണ്ടും കാട്ടിലേക്ക് പോകാനാണ് ആഗ്രഹമെന്നും അതിലെഴുതിയിരുന്നു. ഞാൻ അപ്പോഴും ആഘാതത്തിലാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ആ റിപ്പോർട്ടിലെ അവസാനത്തെ ഖണ്ഡിക ഞാൻ ഇന്നുവരെ റോൾഫ് വിന്ററിനോട് ക്ഷമിച്ചിട്ടില്ല. അവൾക്ക് സ്ത്രീസഹജമായ വികാരങ്ങളുടെ അതിപ്രസരം കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഭയപ്പെടേണ്ടതില്ല. തന്റെ അമ്മ മരിച്ചുവെന്ന ദുരന്ത സത്യത്തെ ഓർത്തോ, താനും അമ്മയും ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നോർത്ത് അവൾ ഉറക്കം കളയുകയുമില്ല. ലിറ്റിൽ ജൂലിയൻ ദുർബലയും സഹായം ആവശ്യമുള്ളവളുമായി തോന്നുന്ന സ്ത്രീയേക്കാൾ കൂടുതൽ കുട്ടിയായ അവൾ ഇത്തരം കാര്യങ്ങളെ നേരിടും. എങ്കിലും അവളൊരു മനുഷ്യനാണ്. പങ്ക്വാനയിൽ അവളുടെ പക്ഷി പിങ്സി ചത്തുപോയെന്ന് ആരോ അവളോട് പറയുന്നു. അവൾ അതിനെ സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ അത് ചത്തുപോയി. ഇപ്പോൾ ലിറ്റിൽ ജൂലിയൻ കരയുന്നു. എന്റെ കഥ പല രൂപങ്ങളിൽ വായിക്കേണ്ടി വരുമെന്നും അപരിചിതർക്ക് എന്നേക്കാൾ നന്നായി അന്ന് എന്ത് സംഭവിച്ചുവെന്ന് അറിയാമെന്നും ഞാൻ പതുക്കെ ശീലിച്ചു. പക്ഷെ ചില കാര്യങ്ങളോട് എനിക്കൊരിക്കലും പൊരുത്തപ്പെടാനാവില്ല. എന്റെ കാട്ടിലൂടെയുള്ള യാത്ര ആളുകളുടെ ഭാവനയെ എത്രത്തോളം ഉത്തേജിപ്പിക്കുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു നോവൽ പോലും അതിനെപ്പറ്റി വന്നു. ഒരു വിമാനാപകടത്തെ അതിജീവിക്കുന്ന 17കാരിയായ ഒരു പെൺകുട്ടിയെപ്പറ്റിയുള്ള തലതിരിഞ്ഞ ഒരു കഥ. തീർച്ചയായും എന്റെ വസ്ത്രം കീറിപ്പറഞ്ഞിരുന്നുവെന്നും ഞാൻ പാതി നഗ്നയായിരുന്നുവെന്നും പല റിപ്പോർട്ടുകളിലുമുണ്ട്. ഞാൻ ആ മിനി ഡ്രസ് ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കീറിയ സിപ്പറും ഒരു ചെറിയ തുളയുമല്ലാതെ അതിന് ഒരു കേടുപാടുമില്ല. പക്ഷേ സത്യത്തിന് ഒരു പ്രസക്തിയുമില്ലാതാവുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ അത് ആളുകളുടെ ഭാവനയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നു. അതുകൊണ്ട് 1972 ജനുവരി അവസാനം യാത്ര ചെയ്യാൻ മാത്രം ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. ഞാൻ അച്ഛൻ്റെ കൂടെ പൻഗ്വാനയിലേക്ക് പോയി. സംഭവിച്ചതെല്ലാം ഞങ്ങളുടെ ബന്ധത്തെ അടിമുടി മാറ്റിമറിച്ചിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഞാനൊരു ബെസ്ബ്രിഷ്ണ കുട്ടിയല്ലാതായി ഒരു മുതിർന്നവളായി മാറിയിരുന്നു. ലിമയിലെ സ്കൂളോ കാട്ടിലെ ജീവിതമോ എന്നെ ഇതിന് തയ്യാറാക്കിയിരുന്നില്ല. കാട്ടിൽ ദിവസങ്ങളോളം അതിജീവിക്കാൻ എനിക്കായേക്കും. പക്ഷേ രക്ഷപ്പെട്ടതിനു ശേഷം എൻ്റെ മേൽ വന്നുവീണ സമ്മർദ്ദങ്ങളെ നേരിടാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. അതുവരെ എനിക്ക് അമ്മയുമായിട്ടായിരുന്നു കൂടുതലടുപ്പം.
അമ്മയായിരുന്നു എൻ്റെ കൂട്ടുകാരി, അച്ഛൻ്റെയും. ഒരുപക്ഷേ അമ്മയായിരുന്നു അച്ഛനെയും ഈ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു കണ്ണി. അമ്മയുടെ അഭാവം ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചു. എങ്കിലും അമ്മയെ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും മറികടക്കാൻ കഴിയാതിരുന്ന എൻ്റെ അച്ഛൻ എനിക്കെന്നും ഒരു അപരിചിതനായി തുടർന്നു. അപകടത്തിനും ലിമയിലേക്കുള്ള യാത്രയ്ക്കുമിടയിൽ പൻഗ്വാനയിൽ കഴിഞ്ഞ ആ 5-6 ആഴ്ചകളെപ്പറ്റി എനിക്ക് വ്യക്തമായ ഓർമ്മകളില്ല. അമ്മ അവിടെ ഇല്ല, പക്ഷെ അമ്മ വിദേശത്ത് ഏതെങ്കിലും യാത്രയ്ക്ക് പോയതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത്. എനിക്കൊരു കൊച്ചു കോട്ടിയെ സമാനമായി കിട്ടി. ഞാൻ അവന് ഉർസി എന്ന് പേരിട്ടു. അവനെന്നെ വല്ലാതെ വലച്ചു. അവൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമായിരുന്നു. അവനെ ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ഒരിക്കൽ അവൻ ഞങ്ങളുടെ ആസ്പിരിൻ ഗുളികകളെല്ലാം തിന്നു തീർത്തു. മറ്റൊരിക്കൽ ഞങ്ങളുടെ വിലപ്പെട്ട തെർമോമീറ്റർ എടുത്ത് മേൽക്കൂരയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. എങ്കിലും അവൻ അടുക്കളയിൽ എന്തെങ്കിലും തപ്പിയെടുത്ത് നശിപ്പിക്കുമ്പോഴും എനിക്കവനെ വലിയ ഇഷ്ടമായിരുന്നു. നിർഭാഗ്യവശാൽ റോൾഫ് വിൻഡർ റിപ്പോർട്ട് ചെയ്തതുപോലെ എന്റെ കറുത്ത പക്ഷികളിലൊന്നായ പിങ്സി ഞാൻ യെരിനാകോച്ചിയിലായിരുന്നപ്പോൾ ചത്തുപോയിരുന്നു. അച്ഛൻ ആ പക്ഷികളെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഏൽപ്പിച്ചിരുന്നു. അവിടെ വെച്ച് പിങ്സിക്ക് ദഹിക്കാത്ത എന്തോ ഒന്ന് അത് കഴിച്ചിരിക്കാം. മറ്റേ പക്ഷിയായ പൻകിയെ ഞാൻ പതുക്കെ പതുക്കെ കാട്ടിലേക്ക് തിരികെ വിട്ടു. അവൻ ഒരു കൂട്ടം കറുത്ത പക്ഷികളുടെ കൂടെ ചേർന്നു. എങ്കിലും എന്നെ കാണുമ്പോൾ അവൻ തിരിച്ചു വരുമായിരുന്നു. അടുക്കളയിൽ വന്ന് കുഴച്ചുവച്ച മാവിലോ മറ്റെന്തെങ്കിലും പാത്രത്തിലോ മുന്നറിയിപ്പില്ലാതെ വന്ന് ചാടുന്നത് അവനൊരു ഹരമായിരുന്നു. അവസാനം അവന്റെ ഈ ശല്യം സഹിക്കവയ്യാതായപ്പോൾ ഞാൻ അവനൊരു സ്പൂൺ കടുക് കൊടുത്തു. ആർത്തിയോടെ അവനതിൽ കൊത്തി. അതോടെ അവന്റെ സ്വഭാവം മാറി. പിന്നെ അവൻ ഒരു പാത്രത്തിലും ചാടി വീഴാതായി. പരിചിതമായ ചുറ്റുപാടുകൾ, എന്റെ പ്രിയപ്പെട്ട മൃഗങ്ങൾ, കാടിന്റെ സാമീപ്യം, ഇതെല്ലാം എനിക്ക് നല്ലതായിരുന്നു. ഞാനും അച്ഛനും ഭാവിയെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് എന്തു വേണമെന്ന് കൃത്യമായി അറിയാമായിരുന്നു. ലിമയിലേക്ക് തിരിച്ചു പോകണം. 2 വർഷം കൂടി സ്കൂളിൽ പോയി എന്റെ അബിറ്റ്യൂർ, ജർമ്മൻ യൂണിവേഴ്സിറ്റി പ്രവേശന പരീക്ഷ എടുക്കണം. അപകടത്തിനു മുൻപും എന്റെ പദ്ധതി അതായിരുന്നു. ഡിസംബർ 24 മുറിഞ്ഞുപോയ ജീവിതത്തിന്റെ നൂൽ എനിക്ക് വീണ്ടും കൂട്ടിച്ചേർക്കണമായിരുന്നു. എന്റെ സാധാരണ ജീവിതം എനിക്ക് തിരികെ വേണം. ഒരു ഘട്ടത്തിൽ അച്ഛൻ എന്നെ ജർമ്മനിയിലേക്ക് അയക്കുന്നതിനെപ്പറ്റി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് തർക്കിച്ചു. അത് അപൂർവമായിരുന്നു. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട. ജർമ്മനി എനിക്കൊരു അന്യനാടാണ്. ഒരു മാറ്റം കൂടി എനിക്ക് താങ്ങാനാവില്ല. എല്ലാം പഴയതുപോലെയാകണം, അല്ലെങ്കിൽ ഏകദേശം പഴയതുപോലെ. അമ്മയെ തിരികെ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. ഇവിടെ ഈ കാട്ടിൽ പോലും എല്ലാം പഴയതുപോലെയാണെങ്കിലും ഒന്നും പഴയതുപോലെയായിരുന്നില്ല. ഈ വിരോധാഭാസം വർഷങ്ങളോളം എൻ്റെ കൂടെയുണ്ടായിരുന്നു. സാധാരണ ജീവിതം നയിക്കാനുള്ള എൻ്റെ ആഗ്രഹം അത്രയ്ക്ക് ശക്തമായിരുന്നു. 1972 ഫെബ്രുവരിയിൽ പങ്ക്വാനയിൽ വെച്ച് ഞാൻ ആ ദുരന്തത്തെ മറികടന്നുവെന്ന് ശരിക്കും വിശ്വസിച്ചു. പക്ഷേ ഞാൻ എത്രത്തോളം സ്വയം വഞ്ചിക്കുകയായിരുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അമ്മയെ ഓർത്തുള്ള ദുഃഖം അപ്പോഴും എന്നിലേക്ക് എത്തിയിരുന്നില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രിസ്മസ് ദിനത്തിൽ ആ നഷ്ടത്തിന്റെ ഭാരം പൂർണ്ണമായി ഞാൻ തിരിച്ചറിയും. അന്നു ഞാൻ കരയും, ദിവസം മുഴുവൻ, നിർത്താതെ. പക്ഷെ അതുവരെ അമ്മയുടെ മരണം എനിക്കൊരു വിദൂര സിദ്ധാന്തം മാത്രമായിരുന്നു. അമ്മ ഏതു നിമിഷവും കാട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുമെന്ന് ഞാൻ കരുതി. വർഷങ്ങളോളം ഞാൻ അമ്മയെ തെരുവിന്റെ മറുഭാഗത്ത് കാണുന്നതായി സ്വപ്നം കണ്ടു. ഞാൻ ഓടിച്ചെല്ലും, കെട്ടിപ്പിടിക്കും, എല്ലാം ശരിയാകും. ഉണരുമ്പോൾ ആ സ്വപ്നം പൊലിഞ്ഞുപോകും. അതൊരിക്കലും സംഭവിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ചിന്തയും വികാരവും രണ്ടാണ്. ആ ദിവസങ്ങളിലും ആഴ്ചകളിലും എന്തെങ്കിലും മനസ്സിലാക്കുന്നതും അത് ഉൾക്കൊള്ളുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പഠിച്ചു. എങ്കിലും ഇവിടെ എനിക്ക് കുറച്ച് സമാധാനമുണ്ടായിരുന്നു. ചില പത്രപ്രവർത്തകർ ഞങ്ങളുടെ ഈ ഒളിത്താവളത്തിലേക്ക് പോലും വന്നെങ്കിലും ഒരിക്കൽ ഒരു നേഴ്സ് എന്റെ മുറിവുകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു വന്നു. അവളുടെ മുഖം എനിക്ക് പരിചിതമായി തോന്നി. ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ചോദിച്ചു. യെരിനാകോച്ചിയിൽ വെച്ച്. അതൊരു പത്രപ്രവർത്തകയായിരുന്നു. അന്നും വേറൊരു വേഷത്തിൽ എന്റെ അടുത്ത് വരാൻ ശ്രമിച്ചവൾ. അച്ഛൻ അവളെ ഓടിച്ചുവിട്ടു. അന്ന് മുഴുവൻ അദ്ദേഹത്തിന്റെ മുഖം കറുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിച്ചില്ല. ആഴ്ചകൾ കടന്നുപോയി. ജീവിതം മുന്നോട്ടു പോയി. എന്റെ കൂട്ടുകാരുടെ കൂടെ അബിറ്റ്യൂറിന് പഠിക്കാനും സിനിമ കാണാനും ബീച്ചിൽ പോകാനും ഞാൻ ആഗ്രഹിച്ചു. അതിനുശേഷം ബയോളജി പഠിക്കണം. അതിന് ജർമ്മനിയിലേക്ക് പോകണം. അമ്മയുമായി പണ്ടേ തീരുമാനിച്ചതുപോലെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളാണ് നല്ലതെന്ന് അമ്മ പറഞ്ഞിരുന്നു. അമ്മയെയും അച്ഛനെയും പോലെ കീൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സുവോളജി പഠിക്കണം. പക്ഷേ അതിന് ഇനിയും 2 വർഷം എടുക്കും.
ഒരു 17-കാരിയുടെ ജീവിതത്തിൽ 2 വർഷം ഒരുപാട് കാലമാണ്. പുതിയ സ്കൂൾ വർഷം തുടങ്ങാറായി. ഞാനും കൂടെ വരാം, അച്ഛൻ പറഞ്ഞു. എന്റെ തൊണ്ടയിടറി. ഞങ്ങൾ ലാൻസയിലല്ല ബുക്ക് ചെയ്തത്, എങ്കിലും ഭയം എന്നെ വിട്ടുപോയില്ല. ആ അപകടത്തോടെ ലാൻസ എയർലൈനിന്റെ അവസാനത്തെ വിമാനവും നഷ്ടപ്പെട്ടിരുന്നു, അതോടൊപ്പം അവരുടെ ലൈസൻസും. അച്ഛൻ ആ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പണ്ടേ പൂട്ടിപ്പോയിരുന്നു. പക്ഷേ വേറൊരു വിമാനത്തിൽ പറക്കുന്നു എന്നതുകൊണ്ട് എന്റെ ഭയം കുറഞ്ഞില്ല. നമ്മൾ പറഞ്ഞേ മതിയാവൂ, ഞാൻ അച്ഛനോട് ചോദിച്ചു. അദ്ദേഹം എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, 3 ദിവസം ആൻഡീസ് മലനിരകളിലൂടെ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? അതാണോ നല്ലതെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ധൈര്യമായിരിക്കാൻ ഞാൻ പണ്ടേ പഠിച്ചിരുന്നു. ലോകം എന്നെ മറന്നു എന്നാണ് ഞാൻ വിചാരിച്ചതെങ്കിൽ പുക്കാൽപയിൽ വെച്ച് എനിക്ക് തെറ്റി. ഞാൻ എപ്പോഴാണ് ലിമയിലേക്ക് പറക്കുന്നതെന്ന് പത്രക്കാർക്ക് എങ്ങനെ അറിയാമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. അവരെന്റെ മുഖത്തേക്ക് മൈക്കുകൾ പിടിച്ചു, ക്യാമറകൾ മിന്നി, പൂക്കൾ തന്നു, ചോദ്യങ്ങൾ കൊണ്ടെന്നെ പൊതിഞ്ഞു. സുഖമാണോ? മുറിവുകൾ എങ്ങനെയുണ്ട്? ഇനി എന്തു ചെയ്യാൻ പോകുന്നു? പൂക്കാൽപയിലെ പെൺകുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? വീണ്ടും വിമാനത്തിൽ കയറാൻ പേടിയുണ്ടോ? എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. തീർച്ചയായും എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഈ ആൾക്കൂട്ടം എന്നെ കൂടുതൽ ഭയപ്പെടുത്തി. വിമാനത്തിനുള്ളിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷേ ആ സമാധാനം വിമാനം പറന്നുയരുന്നതുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ശരീരത്തിലെ ഓരോ പേശിയും വലിഞ്ഞു മുറുകുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ കണ്ണുകൾ അടച്ച് ദീർഘശ്വാസമെടുത്തു. ഓരോ ചെറിയ ശബ്ദവും ഞാൻ ശ്രദ്ധിച്ചു. ഭാഗ്യത്തിന് ആകാശത്ത് ഒരു കാർമേഘം പോലും ഇല്ലായിരുന്നു. യാത്ര 1 മണിക്കൂറിൽ താഴെയേ ഉള്ളൂ. പക്ഷേ 50 മിനിറ്റ് പോലും ചിലപ്പോൾ ഒരു യുഗം പോലെ തോന്നും. യാത്രയുടെ അവസാനം എനിക്കൊരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി. ഒരുതരം കിരികിരാ ശബ്ദം. എന്റെ ഹൃദയം നിലച്ചുപോയതുപോലെ തോന്നി. ശരീരം വിയർത്തു. ഞാൻ മുന്നിലെ സീറ്റിൽ മുറുകെ പിടിച്ചു. സമാധാനപ്പെട്, അച്ഛൻ പറഞ്ഞു. അത് ലാൻഡിംഗ് ഗിയറാണ്. അത് താഴേക്ക് വരികയാണ്. നമ്മളുടൻ ലാൻഡ് ചെയ്യും. ഞാൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. വിമാനത്തിൽ നിന്നിറങ്ങിയപ്പോൾ എന്റെ കാൽമുട്ടകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ താഴെ ആ പടിക്കെട്ടുകൾക്കരികിൽ എന്താണ് ഈ ആൾക്കൂട്ടം? ഒരു വലിയ ജനക്കൂട്ടം വിമാനത്താവളം വളഞ്ഞിരിക്കുന്നു. അവരെങ്ങനെ ഇവിടെ എത്തി? അവർ എന്നെയാണോ കാത്തിരിക്കുന്നത്? വീണ്ടും ഫോട്ടോകൾ, വീണ്ടും മൈക്കുകൾ. എനിക്ക് തിരികെ വിമാനത്തിലേക്ക് ഓടിപ്പോയി ഒളിക്കാൻ തോന്നി. പക്ഷേ പുറകിൽ നിന്ന് മറ്റു യാത്രക്കാർ തള്ളുന്നുണ്ടായിരുന്നു. അതൊരു അഗ്നിപരീക്ഷ പോലെയായിരുന്നു. ജൂലിയാന, ഒന്ന് ചിരിക്കൂ. ജൂലിയാന, ആ പച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? ജൂലിയാന, ഇനി എന്തു ചെയ്യാൻ പോകുന്നു? എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. എനിക്ക് അപ്രത്യക്ഷയാകണമായിരുന്നു. ഞാനൊരു നാണം കുണുങ്ങിയാണ്. ഈ ശ്രദ്ധ എനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ജൂലിയാന, നിനക്ക് ബോയ്ഫ്രണ്ടുണ്ടോ? അവസാനം ഞങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തു കടന്നു. എനിക്കത് വിശ്വസിക്കാനായില്ല. പൻഗ്വാനയിൽ ആഴ്ചകളോളം ഞാൻ വിരലിലെണ്ണാവുന്ന ആളുകളെയേ കണ്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു ലോകം മുഴുവൻ എന്റെ മേൽ വന്നു വീണതുപോലെ. ലിമയിൽ താമസിക്കുമ്പോൾ അച്ഛൻ പതിവുപോലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ഗസ്റ്റ് റൂമിലാണ് തങ്ങിയത്. അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. ആരെയും കാണാനോ സംസാരിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തന്റെ ദുഃഖത്തിൽ അദ്ദേഹം തനിച്ചായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരി എഡിത്തിന്റെ മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റിലെ എന്റെ പഴയ മുറിയിലേക്ക് തിരിച്ചുപോയി. അപകടത്തിനു മുൻപുള്ളതുപോലെ എല്ലാം പഴയപടിയാകുമെന്ന് ഞാൻ കരുതിയെങ്കിൽ എനിക്ക് തെറ്റി. ഒന്നും പഴയതുപോലെ ആയിരുന്നില്ല. അപരിചിതർ തെരുവിൽ വെച്ച് എന്നെ സമീപിച്ചു, ഓട്ടോഗ്രാഫ് ചോദിച്ചു, അല്ലെങ്കിൽ ഒന്ന് തൊടാൻ ശ്രമിച്ചു. എനിക്കത് വല്ലാതെ അരോചകമായി തോന്നി. ഈ പെട്ടെന്നുണ്ടായ പ്രശസ്തിയുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പത്രക്കാരും എന്നെ വെറുതെ വിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവരവിടെ ഉണ്ടാകും. കൂട്ടുകാരുടെ കൂടെ നടക്കാൻ പോകുമ്പോൾ അവർ പിന്നാലെ വരും. ബീച്ചിൽ പോകുമ്പോൾ അവരവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും. അവസാനം ഞാനൊരു തടവുകാരിയെ പോലെയായി. ലിമയിലേക്കുള്ള എന്റെ തിരിച്ചുവരവ് ഞാൻ ഇങ്ങനെയല്ല സ്വപ്നം കണ്ടത്. ഒരിക്കൽ എന്റെ കൂട്ടുകാരി എഡിത്ത് എന്നെ ജർമ്മൻ ക്ലബ്ബിൽ നീന്താൻ പോകാൻ നിർബന്ധിച്ചു. എനിക്കവിടെ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവിടെയും പത്രക്കാരുണ്ടാകും. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എപ്പോഴും മുറിയിൽ കർട്ടനിട്ടിരിക്കാൻ പറ്റില്ലല്ലോ, അവൾ പറഞ്ഞു. നീ ഈ പ്രസ്സിനെ ശീലിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എഡിത്തിന് താൻ പറയുന്നതെന്താണെന്നറിയാമായിരുന്നു. അവൾ പെറുവിനു വേണ്ടി മെഡലുകൾ നേടിയ ഒരു അത്ലറ്റായിരുന്നു, പ്രശസ്തയായിരുന്നു. പത്രക്കാരെ എങ്ങനെ നേരിടണമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നു. നീ വെറുതെ ഓരോന്ന് ചിന്തിക്കുകയാണ്, അവൾ പറഞ്ഞു.
ജർമ്മൻ ക്ലബിൽ പത്രക്കാരെ കയറ്റില്ല. വാ, നല്ല കാലാവസ്ഥയല്ലേ? അവസാനം ഞാൻ സമ്മതിച്ചു. എടുത്തു പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഉടൻ തന്നെ സ്കൂൾ തുടങ്ങും. പിന്നെ ഇതിനൊന്നും സമയം കിട്ടില്ല. ആദ്യം ജർമ്മൻ ക്ലബിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയതും അവരവിടെയുണ്ടായിരുന്നു. അവരെങ്ങനെ അകത്ത് കടന്നുവെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു പത്രപ്രവർത്തകരുടെ കൂട്ടം എന്നെ വളഞ്ഞു. ഇത്തവണ ഒരു ടെലിവിഷൻ ക്യാമറയും ഉണ്ടായിരുന്നു. വാ, എഡിത്ത് മെല്ലെ പറഞ്ഞു. നീ കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അവർ പെട്ടെന്ന് പോയിക്കോളും. അവളുടെ ഉപദേശം കേട്ട് ഞാനൊരു ഊഞ്ഞാലിലിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ നിരുപദ്രവകരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അത്ഭുതമെന്നു പറയട്ടെ, കുറച്ചു കഴിഞ്ഞപ്പോൾ ആ TV സംഘം സ്ഥലം വിട്ടു. എങ്കിലും ആ സംഭവം എന്റെ മനസ്സിലൊരു കല്ലുകടിയായി നിന്നു. കാട്ടിൽ പുലികളോ മറ്റു മൃഗങ്ങളോ എന്നെ ആക്രമിച്ചില്ല. പക്ഷേ ഈ പരിഷ്കൃതരെന്നും പറഞ്ഞു നടക്കുന്ന മനുഷ്യർ എന്നെ വേട്ടയാടുന്നത് നിർത്തിയില്ല. ആ വൈകുന്നേരം എന്റെ ഗോഡ്ഫാദർ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവിതം വേറൊരു വഴിക്ക് പോകുമായിരുന്നു. അവർ വാർത്ത കാണാൻ TV ഓൺ ചെയ്തു. അപ്പോൾ അച്ഛൻ തന്റെ മകളെ ബിക്കിനിയിട്ട് ഊഞ്ഞാലിലിരുന്ന് ക്യാമറയെ നോക്കി ചിരിച്ചുകൊണ്ട് തനിക്ക് സുഖമാണെന്ന് ലോകത്തോട് പറയുന്നത് കണ്ടു. അച്ഛൻ സാധാരണയായി TV കാണാറില്ല. പക്ഷെ ആ 2 മിനിറ്റ് അദ്ദേഹം അത് കണ്ടു. ആദ്യം അദ്ദേഹം ഞെട്ടി. പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇങ്ങനെയാണോ അമ്മീ നിന്റെ അമ്മയെ ഓർത്ത് ദുഃഖിക്കുന്നത്? അന്ന് വൈകുന്നേരം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ അലറി. എന്നിട്ട് തന്റെ മാറ്റാനാവാത്ത തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞാൻ ഉടൻ തന്നെ ഈ രാജ്യം വിടണം. ഞാൻ എൻ്റെ അബിട്ടൂർ ലിമയിലല്ല, ജർമ്മനിയിലാണ് എടുക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് അദ്ദേഹം എന്നെ ഒരു വിമാനത്തിൽ കയറ്റി എൻ്റെ അമ്മായിയുടെ അടുത്തേക്കു അയക്കും. ഞാൻ ഞെട്ടിപ്പോയി, കരഞ്ഞു, യാചിച്ചു. എനിക്ക് ജർമ്മനിയിലേക്ക് പോകണ്ട, എന്റെ വീടുകൂടി എന്നിൽ നിന്ന് തട്ടിപ്പറിക്കരുതേ, ഞാൻ അലറി. എനിക്കൊരുപാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെയാണോ നീ നിന്റെ അമ്മയെ ഓർത്ത് ദുഃഖിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ആ ചോദ്യം എന്റെ എല്ലാ അവകാശങ്ങളെയും ഇല്ലാതാക്കിയതുപോലെ തോന്നി. ആ വാക്കുകൾ ഒരുപക്ഷെ TVയിൽ കണ്ടതിന്റെ ആഘാതത്തിൽ പറഞ്ഞതായിരിക്കാം. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഓർമ്മയിൽ നീറിപ്പുകയുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ശാന്തനാകുമ്പോൾ തന്റെ തീരുമാനം മാറ്റുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എന്റെ യാചനകൾ വെറുതെയായി. അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. ഇവിടെ പെറുവിൽ അദ്ദേഹം പറഞ്ഞു, നിനക്കൊരിക്കലും സമാധാനം കിട്ടില്ല. ഈ പത്രക്കാരെന്ന കഴുകന്മാർ നിന്നെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ സമ്മതിക്കില്ല. എന്നെ വിശ്വസിക്കൂ, ഇത് നിന്റെ നല്ലതിനു വേണ്ടിയാണ്. ജർമ്മനിയിൽ നിനക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. ഒരു പുതിയ ജീവിതം? പക്ഷെ എനിക്കൊരു പുതിയ ജീവിതം വേണ്ടായിരുന്നു. എനിക്കെന്റെ പഴയ ജീവിതം തിരികെ വേണമായിരുന്നു. എന്റെ കൂട്ടുകാരെ പോലെ സ്കൂളിൽ പോകണം, അബിറ്റൂർ എടുക്കണം, അതിനുശേഷം ജർമ്മനിയിലേക്ക് പോകാം. പക്ഷെ ഇപ്പോഴില്ല. ഇങ്ങനെല്ലാം സംഭവിച്ചതിനു ശേഷം ഒരു ഫലവും ഉണ്ടായില്ല. എന്റെ പാസ്പോർട്ട് ഫോട്ടോകൾ എടുത്തു. അതിലെന്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. എല്ലാം ഒരു ദുസ്വപ്നം പോലെ, എത്ര ശ്രമിച്ചിട്ടും ഉണരാൻ കഴിയാത്ത ഒന്ന്. അങ്ങനെ ആ പെൺകുട്ടി ജൂലിയൻ കോപ്കയെ തന്റെ വീടും നാടും വിട്ട് ഒരു പുതിയ ലോകത്തേക്ക് പറന്നു. ആ ദുരന്തം അവളിൽ നിന്ന് പലതും തട്ടിയെടുത്തു. പക്ഷേ അതവൾക്ക് പുതിയൊരു ജീവിതവും നൽകി. വർഷങ്ങൾക്ക് ശേഷം അവൾ തന്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് ഒരു പ്രശസ്തയായ സുവോളജിസ്റ്റായി മാറി. തന്റെ ജീവിതം തന്നെ രക്ഷിച്ച ആ ആമസോൺ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിനായി അവൾ തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. അവളുടെ കഥ അതിജീവനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു അത്ഭുതകഥയാണ്. മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും പ്രകൃതിയുടെ അത്ഭുതകരമായ കഴിവിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആകാശത്തിൽ നിന്ന് വീണ ആ പെൺകുട്ടി ഭൂമിയുടെ ഹൃദയത്തിൽ തന്റെ വേരുകൾ കണ്ടെത്തി ലോകത്തിനു തന്നെ ഒരു പ്രചോദനമായി മാറി.